ഹലോ, വെൽക്കം ബാക്ക് ടു ഫീന സ്റ്റഡി റൂം. അപ്പോൾ ഇന്ന് നമ്മൾ ജോഗ്രഫിയിൽ ഗതാഗതമാണ് നോക്കാൻ പോകുന്നത്. നാളത്തോട് കൂടിയിട്ട് നമ്മളുടെ ജോഗ്രഫി തീരും. അതുപോലെ തന്നെ ഇന്ന് നമ്മളുടെ മലയാളം കംപ്ലീറ്റ് ആവൂട്ടോ. ഇന്നത്തെ ക്ലാസ്സോട് കൂടിയിട്ട് മലയാളം കംപ്ലീറ്റ് ആവാൻ പോവുകയാണ്. പിന്നെ ഇംഗ്ലീഷിൽ കുറച്ച് വൊക്കാബുലറീസ് ആണ്. അപ്പം അത് നിങ്ങൾക്ക് വായിച്ചിട്ട് തരണോ എങ്കിൽ നിങ്ങൾ കമൻറ്റ് ഇടുക. ഇല്ലെങ്കിൽ ഇതോട് കൂടിയിട്ട് നമ്മൾ ഈ ഒരു നാളത്തെ ക്ലാസ്സോട് കൂടിയിട്ട് നമ്മളിത് അവസാനിപ്പിക്കും കേട്ടോ, റാങ്ക് ഫയൽ റീഡിങ്. അപ്പം ഇംഗ്ലീഷ് വായിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറയുകയാണെങ്കിൽ നമുക്കതുപോലെ ചെയ്യാം, ഇല്ലെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ട് പഠിക്കുക. ഓക്കെ, താങ്ക് യു ഓൾ. അപ്പോൾ നമുക്ക് നോക്കാം. റെയിൽ ഗതാഗതം. ഇന്ത്യൻ റെയിൽവേ ശൃംഖലയിൽ ലോകരാജ്യങ്ങൾക്കിടയിൽ ഇന്ത്യയുടെ സ്ഥാനം 4. റെയിൽവേ ശൃംഖലയിൽ ലോകരാജ്യങ്ങൾക്കിടയിൽ ഇന്ത്യയുടെ സ്ഥാനം 4. USA, ചൈന, റഷ്യ എന്നിവയാണ് ആദ്യ രാജ്യങ്ങൾ. റെയിൽവേ ശൃംഖലയിൽ ഏഷ്യൻ രാജ്യങ്ങളിൽ ഇന്ത്യയുടെ സ്ഥാനം 2. 1-ാം സ്ഥാനം ചൈനയ്ക്കാണ്. നിലവിൽ റെയിൽവേ ലൈനിൻ്റെ ദൈർഘ്യം കൂടുതലുള്ള സംസ്ഥാനം ഉത്തർപ്രദേശാണ്. ഏറ്റവും കൂടുതൽ റൂട്ട് ദൈർഘ്യവും അതോടൊപ്പം മൊത്ത ട്രാക്ക് നീളവും ഉള്ള റെയിൽവേ സോണാണ് നോർത്തേൺ സോണ്. ഇന്ത്യൻ റെയിൽവേയുടെ പിതാവ് ഡൽഹൌസി പ്രഭുവാണ്. ഇന്ത്യൻ റെയിൽവേയുടെ ആസ്ഥാനം ബറോഡ ഹൗസ്, ന്യൂഡൽഹി. ഇന്ത്യൻ റെയിൽവേയുടെ ഭാഗ്യമുദ്ര ബോലു എന്ന ആനക്കുട്ടിയാണ്. ഇന്ത്യൻ റെയിൽവേയുടെ ആപ്തവാക്യം ലൈഫ് ലൈൻ ടു ദ നാഷൻ, രാഷ്ട്രത്തിൻ്റെ ജീവരേഖ. റെയിൽവേ ബോർഡിൻ്റെ പ്രഥമ CEO ആണ് വിനോദ് കുമാർ യാദവാണ് റെയിൽവേ ബോർഡിൻ്റെ പ്രഥമ CEO ആയിട്ടുള്ളത് വിനോദ് കുമാർ യാദവ്. നിലവിലെ റെയിൽവേ ബോർഡ് ചെയർമാൻ CEO ആണ് VK ത്രിപാഠി. റൂട്ട് ദൈർഘ്യം കുറവുള്ള റെയിൽവേ സോണാണ് കൊൽക്കത്ത മെട്രോ റെയിൽവേ. ഏറ്റവും കൂടുതൽ റൂട്ട് ദൈർഘ്യം മൊത്ത ട്രാക്ക് നീളവുമുള്ള സംസ്ഥാനം ഉത്തർപ്രദേശാണ്. കുറവ് മിസോറാമാണ്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ തൊഴിലാളികളുള്ള പൊതുമേഖലാ സ്ഥാപനം ഇന്ത്യൻ റെയിൽവേ ആണ്. ഇന്ത്യൻ റെയിൽവേ ആക്ട് പാസ്സാക്കിയത് 1890-ലാണ്. ഇന്ത്യൻ റെയിൽവേ ബോർഡ് ആക്ട് നിലവിൽ വന്നത് 1905. ഇന്ത്യൻ റെയിൽവേ ദേശസാൽക്കരിച്ച വർഷം 1951. ഇന്ത്യൻ റെയിൽവേ പ്രസിദ്ധീകരിക്കുന്ന മാസികകൾ ഇന്ത്യൻ റെയിൽവേസ് ഇംഗ്ലീഷ്, അതുപോലെ തന്നെ ബ്രിട്ടീഷ് റെയിൽ ഹിന്ദി. റെയിൽവേ സ്ഥാപനങ്ങൾ DFCCIL പൂർണ്ണരൂപം ഡെഡിക്കേറ്റഡ് ഫ്രൈറ്റ് കോറിഡോർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ്, IRCTC ആണ് പൂർണ്ണരൂപം. ഇന്ത്യൻ റെയിൽവേ കാറ്ററിംഗ് ആൻഡ് ടൂറിസം കോർപ്പറേഷൻ ലിമിറ്റഡ്, ആസ്ഥാനം ന്യൂഡൽഹി, സ്ഥാപിതം 1999 സെപ്റ്റംബർ 27. റെയിൽവേ വികാസ് നിഗം ലിമിറ്റഡ്, ആസ്ഥാനം ന്യൂഡൽഹി. നാഷണൽ റെയിൽസ് ആൻഡ് ട്രാൻസ്പോർട്ടേഴ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽവേ സർവകലാശാലയാണ്, ആസ്ഥാനം വഡോദര, ഗുജറാത്ത്. റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് RPF കേന്ദ്ര റെയിൽവേ മന്ത്രാലയത്തിന് കീഴിലുള്ള അർദ്ധ സൈനിക വിഭാഗങ്ങളാണ് റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ്, റെയിൽവേ പ്രൊട്ടക്ഷൻ സ്പെഷ്യൽ ഫോഴ്സ്. RPFൻ്റെ മുദ്രാവാക്യം യശോ ലാബസ്വ. അതുപോലെ തന്നെ റെയിൽവേ സ്റ്റാഫ് കോളേജ് വഡോദരയാണ്. റെയിൽവേ സ്റ്റാഫ് കോളേജ് ചോദിച്ചാൽ വഡോദരയാണ്. ഇന്ത്യൻ റെയിൽവേസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സിവിൽ എഞ്ചിനീയറിംഗ്, പൂനെ, മഹാരാഷ്ട്ര. ഇന്ത്യൻ റെയിൽവേസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സിഗ്നൽ എഞ്ചിനീയറിംഗ് ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ, സെക്കന്ദരാബാദ്. ഇന്ത്യൻ റെയിൽവേ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെക്കാനിക്കൽ ആൻഡ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, ജമാൽപൂരാണ്. ഇന്ത്യൻ റെയിൽവേ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, നാസിക്കാണ്. ഇന്ത്യൻ റെയിൽവേ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്, സെക്കന്ദരാബാദ്. ഇന്ത്യൻ റെയിൽവേ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ട്രാൻസ്പോർട്ട് മാനേജ്മെൻറ്റ്, ലക്നൗ. ഇന്ത്യൻ റെയിൽവേ കൺസ്ട്രക്ഷൻ കമ്പനി ലിമിറ്റഡ്, ന്യൂഡൽഹി. റെയിൽ ഇന്ത്യ ടെക്നിക്കൽ ആൻഡ് ഇക്കണോമിക് സർവീസ് ലിമിറ്റഡ്, ഗുരുഗ്രാം, ഹരിയാന. കണ്ടെയ്നർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ്, ന്യൂഡൽഹി. സെൻറ്റർ ഫോർ റെയിൽവേ ഇൻഫർമേഷൻ സിസ്റ്റം, ചാണാക്യപുരി, ന്യൂഡൽഹി. റെയിൽ ടെൽ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ്, ന്യൂഡൽഹി. ഇന്ത്യയിലെ ആദ്യ ഹൈസ്പീഡ് റെയിൽ ട്രെയിനിങ് സെൻറ്റർ സ്ഥാപിതമായ സംസ്ഥാനം ഗുജറാത്ത്, ഗാന്ധിനഗർ. ഇന്ത്യയിലെ ആദ്യ റെയിൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് വില്ലേജ് സ്ഥാപിതമായത് ബാംഗ്ലൂർ, ഉജ്ജ്വല ഗ്രാമം. നാഷണൽ റെയിൽ മ്യൂസിയം, ചാണാക്യപുരി, ന്യൂഡൽഹി, സ്ഥാപിതം 1977. റെയിൽവേ നിർമ്മാണ യൂണിറ്റുകൾ ചിത്തരഞ്ജൻ ലോക്കോമോട്ടീവ് വർക്ക്സ്, ചിത്തരഞ്ജൻ പശ്ചിമ ബംഗാളിലാണ്. ഡീസൽ ലോക്കോമോട്ടീവ് വർക്ക്സ് ആണ്. അപ്പോൾ ഡീസൽ വാരിയാണ് എടുക്കുന്നതെന്ന് ഓർത്തു വെക്കുക. അപ്പോൾ ഡീസൽ ലോക്കോമോട്ടീവ് വർക്ക്സ് എന്ന് പറയുമ്പോൾ വാരണാസി, ഉത്തർപ്രദേശിലെ വാരണാസിയിലാണ് ഡീസൽ വാരി എടുക്കുന്നതെന്ന് ഓർത്താൽ മതി. ഇനി ഡീസൽ ലോക്കോ മോഡേണൈസേഷൻ വർക്കാണ്. അപ്പോൾ ഡീസൽ ലോക്കോ മോഡേണൈസേഷൻ വർക്കാണെങ്കിൽ, മോഡേണൈസേഷൻ എന്ന് പറഞ്ഞാൽ മോഡൽ പെയിൻ്റ് ആണല്ലോ പാട്യാല എന്ന് പറഞ്ഞത്. അപ്പോൾ പാട്യാല പെയിൻറ്റ് മോഡലാണ്. അപ്പം മോഡൽ വർക്ക്സ് ആണെങ്കിൽ ഡീസൽ ലോക്കോ മോഡലൈസേഷൻ വർക്കാണെങ്കിൽ അത് പാട്യാല. ഇൻ്റഗ്രൽ കോച്ച് ഫാക്ടറി, ഇപ്പോൾ പേരാമ്പൂരാണ് കോച്ച് ഫാക്ടറി. അപ്പോൾ കൊച്ചിനാണല്ലോ നമ്മൾ പേരിടുന്ന ആർക്കാണ്? കൊച്ചിനാണ്. അപ്പോൾ ഇൻ്റഗ്രൽ കോച്ച് ഫാക്ടറി പേരാമ്പൂരാണ്, ചെന്നൈയിലാണ്.
2018-19 റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും കൂടുതൽ റെയിൽ കോച്ചുകൾ നിർമ്മിക്കുന്ന ഇന്റഗ്രൽ കോച്ച് ഫാക്ടറിയാണ് പേരാമ്പൂർ. റെയിൽവേ കോച്ച് ഫാക്ടറി കപൂർത്തലയാണ് കേട്ടോ. റെയിൽ കോച്ച് ഫാക്ടറി ആണെങ്കിൽ അത് കപൂർത്തലയാണ്, ഇന്റഗ്രൽ ആണ് അത് പേരാമ്പൂർ, മാറി കറപ്പിക്കരുത്. റെയിൽ വീൽ ഫാക്ടറി യലഹങ്കയാണ്. അപ്പോൾ വീൽ എന്ന് പറയുമ്പോൾ എന്താണ്, വീല് ഇളകിയിട്ട് പോവുക, അപ്പോൾ യലഹങ്ക എന്ന് ഓർത്ത് വെക്കുക. ആരുടെ ബഹുമാനാർത്ഥമാണ് ചിത്തരഞ്ജൻ ലോക്കോമോട്ടീവിന് ആ പേര് നൽകിയത്? ചിത്തരഞ്ജൻ ദാസിന്റെ പേരിലാണ് കേട്ടോ. അപ്പം സ്വതന്ത്ര സമര സേനാനിയാണ് ചിത്തരഞ്ജൻ ദാസ് എന്ന് പറയുന്നത്. റെയിൽവേ ഗേജുകൾ നോക്കാം. റെയിൽവേ ലൈനിന്റെ 2 പാളങ്ങൾ തമ്മിലുള്ള അകലമാണ് ട്രാക്ക് ഗേജ് അല്ലെങ്കിൽ റെയിൽവേ ഗേജ് എന്ന് പറയുന്നത്. ഇന്ത്യൻ റെയിൽവേയുടെ പ്രധാന ട്രാക്ക് ഗേജുകൾ നമുക്ക് നോക്കാം. റെയിൽവേ ഗേജ് ബ്രോഡ് ഗേജ് എന്ന് പറയുന്നത് 6.620 മീറ്ററാണ്. 1.620 മീറ്ററാണ്. 74% ഇന്ത്യയിലെ ആനുപാതിക ദൈർഘ്യം വരുന്നത് 74% ബ്രോഡ് ഗേജ് ആണ് ഏറ്റവും കൂടുതലുള്ളത്. ഇനി മീറ്റർ ഗേജ് ആണ്, 1 മീറ്റർ തന്നെയാണ്, 21%. നാരോ ഗേജ് ആണെന്നുണ്ടെങ്കിൽ 0.762 അല്ലെങ്കിൽ 610 മീറ്ററാണ്, അത് 5% മാത്രമേ ഉള്ളൂ ഇന്ത്യയിൽ. ഇന്ത്യൻ റെയിൽവേയുടെ റൂട്ട് ദൈർഘ്യത്തിൻ്റെ ഏറ്റവും കൂടുതലുള്ള പാത ബ്രോഡ് ഗേജ് ആണ്. ഏഷ്യയിൽ ആദ്യത്തെ ബ്രോഡ് ഗേജ് ട്രെയിൻ സർവീസ് ബോംബെ ടു താനെയാണ് 1853. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ നാരോ ഗേജ് പാത ഗോളിയോർ ടു ഷിയോപൂർ ആണ്. ദ മഹാരാജാസ് റെയിൽവേസ് എന്ന് പറയുന്നു. 3 വ്യത്യസ്ത ഗേജുകളുള്ള ഇന്ത്യയിലെ ഏക റെയിൽവേ സ്റ്റേഷനാണ് സിലിഗുറി റെയിൽവേ സ്റ്റേഷൻ. ഇന്ത്യൻ റെയിൽവേയുടെ ഏക ഡയമണ്ട് ക്രോസിംഗ് ഉള്ള സ്ഥലം നാഗ്പൂർ ആണ് കേട്ടോ. നാഗ്പൂരിലാണ് ഏക ഡയമണ്ട് ക്രോസിംഗ് ഉള്ള സ്ഥലം, മഹാരാഷ്ട്രയിലെ. ട്രെയിൻ സർവീസുകൾ നോക്കാം. ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽവേ പാത ബോംബെ ടു താനെയാണ്, 34 കിലോമീറ്റർ ആണുള്ളത്. ഇന്ത്യയിലെ ആദ്യത്തെ ട്രെയിൻ സർവീസ് ആരംഭിച്ചത് 1853 ഏപ്രിൽ 16-നാണ്. തെക്കേ ഇന്ത്യയിലെ ആദ്യത്തെ തീവണ്ടി സർവീസ് ആരംഭിച്ചത് 1856 ജൂലൈ 1-നാണ്, റോയപുരം ടു വലച്ച റോഡ്. ഇനി 2030 കൂടിയിട്ട് രാജ്യത്തെ റെയിൽ ഗതാഗതത്തിൽ സുപ്രധാന വികസന പദ്ധതികൾ നടപ്പിലാക്കാനുള്ള കേന്ദ്ര സർക്കാർ പദ്ധതിയാണ് നാഷണൽ റെയിൽ പ്ലാൻ ഫോർ ഇന്ത്യ 2013 അല്ലേ. ഇനി ഇന്ത്യയിലെ ആദ്യ മൗണ്ടൻ റെയിൽവേ ഡാർജിലിംഗ് ടു ഹിമാലയൻ റെയിൽവേ ആണ്, 1881. ഇന്ത്യയിലെ ആദ്യമായി ടോയ് ട്രെയിൻ ആരംഭിച്ചത് ഡാർജിലിംഗ് ഹിമാലയൻ റെയിൽവേയിലാണ്. ഇപ്പോഴും സർവീസ് നടത്തുന്ന ലോകത്തിലെ ഏറ്റവും പഴയ തീവണ്ടി ട്രെയിനാണ് ഫെയറി ക്യൂൻ എന്ന് പറയുന്നത്. ന്യൂഡൽഹി മുതൽ രാജസ്ഥാൻ ആൽവാർ വരെയാണ് ഫെയറി ക്യൂൻ സർവീസ് നടത്തുന്നത്. ഇന്ത്യയിലെ ആദ്യ ഇലക്ട്രിക് ട്രെയിൻ സർവീസ് നടത്തിയത് 1925 ബോംബെക്കും കുർളയ്ക്കും ഇടയിലാണ്. ഇന്ത്യൻ റെയിൽവേയുടെ ആദ്യ ഇലക്ട്രിക് ട്രെയിൻ ഡെക്കാൻ ക്യൂൻ ആണ്. ഇന്ത്യൻ റെയിൽവേയുടെ ആദ്യ ഭിന്നശേഷി സൗഹൃദ ട്രെയിനാണ് കുണ്ടൂർ വിക്രാബാദ് പാൽനാട് എക്സ്പ്രസ്. ഒരു സംസ്ഥാനത്തിന്റെ ഏറ്റവും അധികം ദൂരം സഞ്ചരിക്കുന്ന തീവണ്ടിയാണ് കോലാപൂർ ഗോണ്ടിയ മഹാരാഷ്ട്ര എക്സ്പ്രസ്. ഇന്ത്യയിലെ ആദ്യ കോർപ്പറേറ്റീവ് ട്രെയിനാണ് തേജസ് എക്സ്പ്രസ്, ഡൽഹി ടു ലക്നൗ ആണ്. ഇന്ത്യയിലെ ആദ്യ സ്വകാര്യ ട്രെയിനാണ് തേജസ് എക്സ്പ്രസ്, ആദ്യ സർവീസ് ഡൽഹി ടു ലക്നൗ. ഇന്ത്യയിലെ രണ്ടാമത്തെ തേജസ് എക്സ്പ്രസ് ആണ് അഹമ്മദാബാദ് മുംബൈ. വാരണാസി മുതൽ ഇൻഡോർ വരെ സർവീസ് നടത്തുന്ന ഇന്ത്യയിലെ 3ാമത്തെ കോർപ്പറേറ്റ് ട്രെയിനാണ് കാശി മഹാകാൽ എക്സ്പ്രസ്. രാജ്യത്തെ ആദ്യ AC സബർബൻ ട്രെയിൻ സർവീസ് ആരംഭിച്ചത് മുംബൈയിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ സൂപ്പർഫാസ്റ്റ് ട്രെയിനാണ് ഡൽഹി ഹൗറ രാജധാനി എക്സ്പ്രസ്. ഇന്ത്യയിൽ ആദ്യമായി വൈഫൈ സംവിധാനം നിലവിൽ വന്ന ട്രെയിനാണ് രാജധാനി എക്സ്പ്രസ്. ഇന്ത്യയിലെ ആദ്യ ബനാന കണ്ടെയ്നർ ട്രെയിൻ സർവീസ് നടത്തിയത് ഏതൊക്കെ നഗരങ്ങളെ ബന്ധിപ്പിച്ചാണ്? ആന്ധ്രാപ്രദേശ് ടു മുംബൈ ആണ്. ആന്ധ്രാപ്രദേശിൽ നിന്നും ഡൽഹിയിലേക്ക് പാൽ എത്തിക്കുന്നതിനായി സെൻട്രൽ റെയിൽവേ ആരംഭിച്ച സ്പെഷ്യൽ ട്രെയിനാണ് ദൂത് ദുരന്തോ. ഇന്ത്യയിലെ റെയിൽവേ ആദ്യ 12,000 HP ലോക്കോമോട്ടീവ് വാഗ് 12 ആണ്. കോവിഡിൻ്റെ 2ാം ഘട്ട വ്യാപന സമയത്ത് ലിക്വിഡ് മെഡിക്കൽ ഓക്സിജനും മറ്റു സജ്ജീകരണങ്ങളും ഗ്രീൻ കോറിഡോർ വഴി അതിവേഗം ഓക്സിജൻ എത്തിക്കുന്നതിന് ഇന്ത്യൻ റെയിൽവേ നടത്തിയ ട്രെയിൻ സർവീസാണ് ഓക്സിജൻ എക്സ്പ്രസ്. ഇന്ത്യയിലെ ആദ്യത്തെ ഡബിൾ ഡെക്കർ ട്രെയിനാണ് സിൻഹഡ് എക്സ്പ്രസ്. ഇന്ത്യയിലെ ആദ്യത്തെ വിൻസ്റ്റ ഡാം കോച്ച് ഉദ്ഘാടനം ചെയ്തത് വിശാഖപട്ടണം അരാഗു റൂട്ടിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ വിൻസ്റ്റഡോം ടോയ് ട്രെയിൻ ഹിം ദർശൻ എക്സ്പ്രസ് ആണ്. ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്നതിനായി കേരള ടൂറിസം വകുപ്പ് ഏത് ട്രെയിനിൻ്റെ കോച്ചുകളിലാണ് പരസ്യ പ്രചരണം നടത്തിയത്? ഡൽഹി ഹസ്രത്ത് നിസാമുദ്ദീൻ രാജധാനി എക്സ്പ്രസ്സിൽ. ഗ്രാമീണ മേഖലയിലെ ചികിത്സ സഹായം എത്തിക്കുന്നതിനായി 1991 ജൂലൈ 16-ന് ആരംഭിച്ച ട്രെയിൻ സർവീസാണ് ലൈഫ് ലൈൻ എക്സ്പ്രസ്, ജീവൻ രേഖ എക്സ്പ്രസ്. ലോകത്തിലെ ആദ്യത്തെ ട്രെയിൻ ആശുപത്രി ലൈഫ് ലൈൻ എക്സ്പ്രസ് ആണ്. ഇന്ത്യൻ റെയിൽവേ എക്സ്പ്രസ് എയ്ഡ്സ് ബോധവൽക്കരണ പദ്ധതിയുമായി സജ്ജീകരിക്കുന്ന എക്സിബിഷൻ ട്രെയിൻ സർവീസാണ് റെഡ് റിബൺ എക്സ്പ്രസ്. ത്രിപുരയിലെ ആദ്യമായി ആരംഭിച്ച ട്രെയിൻ സർവീസാണ് ത്രിപുര സുന്ദരി എക്സ്പ്രസ്. ആഡംബര ട്രെയിനുകൾ നോക്കാം. ഇന്ത്യൻ റെയിൽവേയുടെ ആഡംബര ടൂറിസ്റ്റ് ട്രെയിനുകളാണ് പാലസ് ഓൺ വീൽസ്, മഹാരാജാസ് എക്സ്പ്രസ്, ദ ഡെക്കാൻ ഒഡീസി, ദ ഗോൾഡൻ ചാരിയറ്റ്. പാലസ് ഓൺ വീൽസ് സർവീസ് നടത്തുന്ന സംസ്ഥാനം രാജസ്ഥാനാണ്. മഹാരാഷ്ട്ര എക്സ്പ്രസ് ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങളാണ് ഡൽഹി ടു മുംബൈ. മഹാരാഷ്ട്രയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൂടെ സർവീസ് നടത്തുന്ന ട്രെയിനാണ് ദ ഡെക്കാൻ ഒഡീസി. ദക്ഷിണേന്ത്യയിൽ ആദ്യത്തെ ആഡംബര ട്രെയിൻ സർവീസാണ് ദ ഗോൾഡൻ ചാരിയറ്റ്.
ഇന്ത്യയിലെ ആദ്യ ബുള്ളറ്റ് ട്രെയിൻ പദ്ധതിക്ക് സഹായം നൽകുന്ന രാജ്യം ജപ്പാനാണ്. രാജസ്ഥാനിലെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ കൂടി സർവീസ് നടത്തുന്ന ട്രെയിനാണ് ഹെറിറ്റേജ് ഓൺ വീൽസ്. ഗുജറാത്ത്, രാജസ്ഥാൻ എന്നീ സംസ്ഥാനങ്ങളിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ സർവീസ് നടത്തുന്ന ട്രെയിനാണ് റോയൽ ഓറിയന്റ് ട്രെയിന്. പാലസ് ക്വീൻ അംസഫർ എക്സ്പ്രസ് ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ മൈസൂർ, ഉദയ്പൂരാണ്. ബുദ്ധമത തീർത്ഥാടന കേന്ദ്രങ്ങളിലേക്ക് സർവീസ് നടത്തുന്ന ഇന്ത്യൻ ട്രെയിൻ സർവീസാണ് ദ ഗ്രേറ്റ് ഇന്ത്യൻ റോവർ. 2009 ആരംഭിച്ച നോൺ സ്റ്റോപ്പ് സൂപ്പർഫാസ്റ്റ് തീവണ്ടികൾ ദുരന്തോ എക്സ്പ്രസ് ആണ്. സംസ്ഥാന തലസ്ഥാനങ്ങളെ തനത് സംസ്ഥാനത്തെ പ്രധാന നഗരങ്ങളുമായി ബന്ധിപ്പിച്ചുകൊണ്ട് ആരംഭിച്ച തീവണ്ടി സർവീസാണ് രാജ്യറാണി എക്സ്പ്രസ്. മുംബൈ അഹമ്മദാബാദ് ഹൈസ്പീഡ് റെയിൽവേയുടെ ഭാഗമായി സജ്ജമാകുന്ന ആദ്യ റെയിൽവേ സ്റ്റേഷൻ സൂറത്താണ്. ലോകത്തിലാദ്യമായി സൗരോർജ്ജ നിലയത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി റെയിൽവേയുടെ ഓവർഹെഡ് ട്രാക്ഷൻ സിസ്റ്റത്തിലേക്ക് നേരിട്ട് എത്തിക്കുന്ന സംവിധാനം ആരംഭിച്ച രാജ്യം ഇന്ത്യയാണ്. ശാസ്ത്ര സാങ്കേതിക രംഗത്തെ ഇന്ത്യയുടെ വളർച്ച ജനങ്ങളിലേക്ക് എത്തിക്കാൻ ശാസ്ത്ര സാങ്കേതിക വകുപ്പും റെയിൽവേ മന്ത്രാലയവും ചേർന്ന് രൂപകൽപ്പന ചെയ്ത ട്രെയിനാണ് വിജ്ഞാൻ റെയിൽ. ഇന്ത്യയിലെ ആദ്യത്തെ ലേഡി സ്പെഷ്യൽ ട്രെയിൻ ബന്ധിപ്പിക്കുന്നത് ചർച്ച് ഗേറ്റ് ബോറിവാലി സ്റ്റേഷൻ. മുഴുവൻ ഭാഗങ്ങളും ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കപ്പെട്ട ആദ്യ ട്രെയിനാണ് മേധ ട്രെയിൻ. ഇന്ത്യയിലെ ഏറ്റവും ദൈർഘ്യമേറിയ ട്രെയിൻ സർവീസാണ് വിവേക് എക്സ്പ്രസ് ദിബ്രുഗഡ് കന്യാകുമാരി. 2011 നവംബർ 19 വിവേക് എക്സ്പ്രസ് സർവീസ് ആരംഭിച്ചത്. ദി പ്രസിഡൻഷ്യൽ സലൂൺ. ഇന്ത്യൻ പ്രസിഡന്റിന് യാത്ര ചെയ്യാൻ ഇന്ത്യൻ റെയിൽവേ ഒരുക്കിയ സംവിധാനം ദ പ്രസിഡൻഷ്യൽ സലൂണാണ്. പ്രസിഡൻഷ്യൽ സലൂണിന്റെ യാത്ര ചെയ്ത ആദ്യ രാഷ്ട്രപതി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. പ്രസിഡൻഷ്യൽ സലൂണിനെ അവസാനമായി യാത്ര ചെയ്ത രാഷ്ട്രപതിയാണ് ഡോക്ടർ APJ അബ്ദുൽ കലാം. ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയിൽ സർവീസ് നടത്തുന്ന ഇന്ത്യൻ ട്രെയിൻ സംസോദ എക്സ്പ്രസ് ആണ്. ഡൽഹി ടു ലാഹോർ വരെയാണ്. ഇന്ത്യക്കും ബംഗ്ലാദേശിനും ഇടയിൽ സർവീസ് നടത്തുന്ന ഇന്ത്യൻ ട്രെയിനാണ് മൈത്രി എക്സ്പ്രസ് കൊൽക്കത്ത ധാക്ക. പുതുതായിട്ട് ആരംഭിച്ച ഇന്ത്യ ബംഗ്ലാദേശ് ക്രോസ് ബോർഡർ ട്രെയിനാണ് കൊൽക്കത്ത കുർണ ബന്ദൻ എക്സ്പ്രസ്. ഏറ്റവും അധികം സംസ്ഥാനങ്ങളിലൂടെ കടന്നു പോകുന്ന തീവണ്ടിയാണ്. മംഗലാപുരം ജമ്മു താവി നവയുഗ് എക്സ്പ്രസ് 14 സംസ്ഥാനങ്ങളിലൂടെ കടന്നു പോകുന്നു. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ചരക്ക് തീവണ്ടി വസുഗിയാണ് 3.5 കിലോമീറ്റർ. ട്രെയിനുകളും നിറങ്ങളും. സാധാരണ ട്രെയിനാണെങ്കിൽ നീലയാണ്, രാജധാനി ആണെങ്കിൽ ചുവപ്പാണ്. ശതാബ്ദി എക്സ്പ്രസ് നീലയാണ്. ഗരീബ് രഥ് എക്സ്പ്രസ് പച്ച മഞ്ഞ. മെയിൽ ആൻഡ് എക്സ്പ്രസ് ട്രെയിന് ബ്രൗണ് ബേജ്. കോറസ്. ഇന്ത്യയിലെ റെയിൽവേയുടെ സുരക്ഷയ്ക്കായിട്ട് നിലവിൽ വന്ന കമാൻഡോ വിഭാഗമാണ് കോറസ്. പൂർണ്ണരൂപം കമാൻഡോസ് ഫോർ റെയിൽവേ സെക്യൂരിറ്റി. വന്ദേ ഭാരത് എക്സ്പ്രസ്. ഇന്ത്യയിലെ ഏറ്റവും വേഗതയേറിയ ട്രെയിനാണ് വന്ദേ ഭാരത് എക്സ്പ്രസ്. ഡൽഹി മുതൽ വാരണാസി വരെ സർവീസ് നടത്തുന്നു. വന്ദേ ഭാരത് എക്സ്പ്രസിൻ്റെ പഴയ പേര് ട്രെയിൻ 18 ആണ്. ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യത്തെ എഞ്ചിനില്ല ട്രെയിനാണ് ട്രെയിൻ 18. ഇന്ത്യയിലെ ആദ്യമായി 180 ഡിഗ്രി കറങ്ങുന്ന സീറ്റുകൾ ലഭ്യമാകുന്ന ട്രെയിനാണ് വന്ദേ ഭാരത് എക്സ്പ്രസ്. ടാറ്റ സ്റ്റീലാണ് ഇതിൻ്റെ നിർമ്മാണത്തിന് നേതൃത്വം നൽകിയത്. ഇന്ത്യയിലെ വേഗതയേറിയ രണ്ടാമത്തെ ട്രെയിനാണ് ഗതിമാൻ എക്സ്പ്രസ്. ഗതിമാൻ എക്സ്പ്രസിൻ്റെ ആദ്യ യാത്ര ആഗ്ര ടു ഡൽഹിയാണ്. ഇന്ത്യയിലെ ആദ്യമായി ട്രെയിൻ ഹോസ്റ്റസ്മാരെ നിയമിച്ച ട്രെയിനാണ് ഗതിമാൻ എക്സ്പ്രസ്. ഏറ്റവും വേഗത കുറഞ്ഞ ട്രെയിനാണ് നീലഗിരി മൗണ്ടൻ റെയിൽവേ. മേട്ടുപാളയം ടു ഊട്ടിയാണ്. ഇന്ത്യയിലെ ഏക റാക്ക് റെയിൽവേ നീലഗിരി മൗണ്ടൻ റെയിൽവേയാണ്. ഇന്ത്യയിലെ പ്രധാന ട്രെയിനുകളും റൂട്ടുകളും താർ എക്സ്പ്രസ് കറാച്ചി ജോധ്പൂർ ഇന്ത്യ പാകിസ്ഥാൻ. സബർമതി എക്സ്പ്രസ് അഹമ്മദാബാദ് വാരണാസി ബീഹാർ. ഹിമസാഗർ എക്സ്പ്രസ് കന്യാകുമാരി ശ്രീമാത വൈഷ്ണവോ ദേവി കത്ര. ഐലൻഡ്സ് എക്സ്പ്രസ് ബാംഗ്ലൂരു കന്യാകുമാരി. നവയുഗ് എക്സ്പ്രസ് മംഗലാപുരം ടു കത്ര. ജയന്തി ജനത എക്സ്പ്രസ് കന്യാകുമാരി മുംബൈ. ഗീതാഞ്ജലി എക്സ്പ്രസ് മുംബൈ ടു ഹൗറ. ഗോൾഡൻ ടെമ്പിൾ മെയിൽ മുംബൈ ടു അമൃത്സർ. ഗ്രാൻഡ് ട്രങ്ക് എക്സ്പ്രസ് ഡൽഹി ടു ചെന്നൈ. താജ് എക്സ്പ്രസ് ഡൽഹി ആഗ്ര. നീലഗിരി എക്സ്പ്രസ് ചെന്നൈ മേട്ടുപാളയം. കർണാവതി എക്സ്പ്രസ് മുംബൈ അഹമ്മദാബാദ്. ആദരവ്. BR അംബേദ്കർ, ഗൗതമ ബുദ്ധ എന്നിവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളിൽ സർവീസ് നടത്തുന്ന ട്രെയിനാണ് സാമന്ത എക്സ്പ്രസ്. ശ്രീരാമൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളിൽ യാത്ര നടത്തുന്ന ട്രെയിനാണ് രാമായണ എക്സ്പ്രസ്. പണ്ഡിറ്റ് മദൻ മോഹൻ മാളവ്യയോടുള്ള ആദരസൂചകമായി കേന്ദ്ര സർക്കാർ വാരണാസി മുതൽ ഡൽഹി വരെ ആരംഭിച്ച ട്രെയിൻ സർവീസാണ് മഹാമാന എക്സ്പ്രസ്. സ്വാമി വിവേകാനന്ദൻ്റെ 150ാം ജന്മവാർഷികത്തിൽ ഇന്ത്യൻ റെയിൽവേ ആരംഭിച്ച ട്രെയിൻ സർവീസാണ് വിവേക് എക്സ്പ്രസ്. മദർ തെരേസയുടെ 100ാം വാർഷികത്തോടനുബന്ധിച്ച് ഇന്ത്യൻ റെയിൽവേ ആരംഭിച്ച എക്സിബിഷൻ സർവീസാണ് മദർ എക്സ്പ്രസ്. രവീന്ദ്രനാഥ് ടാഗോറിൻ്റെ 150ാം ജന്മവാർഷികം പ്രമാണിച്ച് ആരംഭിച്ച ട്രെയിൻ സർവീസുകളാണ് കവിയൂർ എക്സ്പ്രസ്, സംസ്കൃതി എക്സ്പ്രസ്. ജവഹർലാൽ നെഹ്റുവിൻ്റെ ജന്മശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായിട്ട് ആരംഭിച്ച ട്രെയിൻ സർവീസാണ് ശതാബ്ദി എക്സ്പ്രസ്. റെയിൽവേ സ്റ്റേഷൻ. ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽവേ സ്റ്റേഷൻ മുംബൈ ബോറിബന്ദറാണ്. ഛത്രപതി ശിവജി മഹാരാജ് ടെർമിനലാണ്. 2004 യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യൻ റെയിൽവേ സ്റ്റേഷനാണ് ഛത്രപതി ശിവജി മഹാരാജ് ടെർമിനസ്. ഛത്രപതി ശിവജി മഹാരാജാസ് ടെർമിനസിൻ്റെ പഴയ പേര് വിക്ടോറിയ ടെർമിനസ് ആണ്. വിക്ടോറിയ ടെർമിനസിൻ്റെ ഡിസൈൻ ചെയ്തത് FW സ്റ്റീവൻസ് ആണ്. നിലവിൽ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ പ്ലാറ്റ്ഫോമാണ് ഗോരഖ്പൂർ.
ഇന്ത്യയിലെ വടക്കേ അറ്റത്തെ റെയിൽവേ സ്റ്റേഷൻ ബാരാമുള്ളയാണ്. വടക്കേ അറ്റത്ത് ബാരാമുള്ള ജമ്മു കാശ്മീരിലാണ്. ഇന്ത്യയുടെ തെക്കേ അറ്റത്തെ റെയിൽവേ സ്റ്റേഷനാണ് കന്യാകുമാരി, തമിഴ്നാടാണ്. ഇന്ത്യയുടെ പടിഞ്ഞാറേ അറ്റത്തെ റെയിൽവേ സ്റ്റേഷൻ നാലിയാണ്, ഗുജറാത്തിലെ നാലിയ. ഇന്ത്യയിലെ കിഴക്കേ അറ്റത്തെ റെയിൽവേ സ്റ്റേഷനാണ് ലേഖാപാനി, അസമിലാണ്. എന്നാൽ ഇന്ത്യയുടെ കിഴക്കേ അറ്റത്ത് പ്രവർത്തനമുള്ള റെയിൽവേ സ്റ്റേഷനാണ് ലെസോ, അസമിലാണ്. കർണാടകയിലെ ഹുബ്ബാളി റെയിൽവേ സ്റ്റേഷനിലാണ് ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ പ്ലാറ്റ്ഫോം നിലവിൽ വരുന്നത്. ഏറ്റവും വലിയ റൂട്ട് റിലേ ഇന്റർലോക്കിംഗ് സിസ്റ്റം ഉള്ളതിൻ്റെ ഭാഗമായി ഗിന്നസ് ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഉൾപ്പെട്ട ഇന്ത്യൻ റെയിൽവേ സ്റ്റേഷനാണ് ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷൻ. ഹുബ്ബാളി റെയിൽവേ സ്റ്റേഷൻ്റെ പുതിയ പേര് ശ്രീ സിദ്ധാരുദ്ധ സ്വാമിജി റെയിൽവേ സ്റ്റേഷൻ. ഇന്ത്യയുടെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന റെയിൽവേ സ്റ്റേഷനാണ് ഗൂം റെയിൽവേ സ്റ്റേഷൻ. പശ്ചിമ ബംഗാളിലെ ഡാർജിലിംഗിൽ സ്ഥിതി ചെയ്യുന്നു. ഇന്ത്യയിലെ ആദ്യ വികലാംഗ സൗഹൃദ റെയിൽവേ സ്റ്റേഷനാണ് എറണാകുളം ജംഗ്ഷൻ. ഇന്ത്യയിലെ ആദ്യ ഹരിത റെയിൽവേ സ്റ്റേഷനാണ് മാൻവർ റെയിൽവേ സ്റ്റേഷൻ, ജമ്മു ആൻഡ് കാശ്മീർ. ഇന്ത്യയിലെ പൂർണ്ണമായും സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന റെയിൽവേ സ്റ്റേഷനാണ് ഗുവാഹത്തി റെയിൽവേ സ്റ്റേഷൻ. ISO സർട്ടിഫിക്കേഷൻ നേടിയ ഇന്ത്യയിലെ ആദ്യ റെയിൽവേ സ്റ്റേഷനാണ് ഗുവാഹത്തി റെയിൽവേ സ്റ്റേഷൻ. ഇന്ത്യൻ റെയിൽവേയുടെ ആദ്യ സോളാർ പ്ലാന്റ് മധ്യപ്രദേശിലെ ബിനയിൽ നിലവിൽ വന്നു. കുട്ടികൾക്കായുള്ള ഇന്ത്യൻ റെയിൽവേയുടെ ആദ്യ ഗെയിമിംഗ് സോൺ വിശാഖപട്ടണം ഡൽഹി റെയിൽവേ സ്റ്റേഷൻ. മധ്യപ്രദേശിലെ രാജസ്ഥാൻ എന്നീ 2 സംസ്ഥാനങ്ങളിലായി സ്ഥിതി ചെയ്യുന്ന റെയിൽവേ സ്റ്റേഷനാണ് ഭവാനി മണ്ഡി. തെക്കേ ഇന്ത്യയിലെ ആദ്യ റെയിൽവേ സ്റ്റേഷൻ റോയപുരം, തമിഴ്നാട്. ഇനി ഫുൾ ഫോം ആണ് DEMU, ഡീസൽ ഇലക്ട്രിക് മൾട്ടിപ്പിൾ യൂണിറ്റ് ആണ്. MEMU ആണെങ്കിൽ മെയിൻ ലൈൻ ഇലക്ട്രിക് മൾട്ടിപ്പിൾ യൂണിറ്റ് ആണ്. RAC ആണ് റിസർവേഷണൽ എഗെയിൻസ്റ്റ് ക്യാൻസലേഷൻ ആണ്. RMS റെയിൽവേ മെയിൽ സർവീസ് ആണ്. RRF ആണ് റെയിൽവേ സർവീസ് ഫണ്ട്. ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ റെയിൽവേ സ്റ്റേഷനാണ് ഹബീബ്ഗഞ്ച് റെയിൽവേ സ്റ്റേഷൻ, ഭോപ്പാൽ. ഗൂഗിളിൽ സൗജന്യ വൈഫൈ നിലവിൽ വന്ന ഇന്ത്യൻ റെയിൽവേ സ്റ്റേഷനാണ് മുംബൈ സെൻട്രൽ. വർഷങ്ങൾക്ക് ശേഷം നാഗാലാൻഡിൽ നിലവിൽ വന്ന 2ാമത്തെ റെയിൽവേ സ്റ്റേഷനാണ് ഷുക്കൂവി റെയിൽവേ സ്റ്റേഷൻ. ഓഗ്മെന്റൽ റിയാലിറ്റി അനുഭവം നടപ്പിലാക്കുന്ന ഇന്ത്യയിലെ ആദ്യ റെയിൽവേ സ്റ്റേഷനാണ് ഛത്രപതി ശിവജി മഹാരാജാസ് ടെർമിനസ്. ഇന്ത്യൻ റെയിൽവേയുടെ ആദ്യ റെസ്റ്റോറൻറ്റ് ഓൺ വീൽസ് നിലവിൽ വന്ന റെയിൽവേ സ്റ്റേഷനാണ് അസൻസോൾ സ്റ്റേഷൻ, പശ്ചിമ ബംഗാൾ. പഴയ പേര് പുതിയ പേര്. മുംബൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ, നാനാ ശങ്കർ ക്ഷേത്ര റെയിൽവേ സ്റ്റേഷൻ, ചെന്നൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ, പുരച്ചി തലൈവർ ഡോക്ടർ MG രാമചന്ദ്രൻ സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ, മുഗൾ സാരായ് റെയിൽവേ സ്റ്റേഷൻ, ദീൻദയാൽ ഉപാധ്യായ റെയിൽവേ സ്റ്റേഷൻ, മന്ദു ആദിത്ത് റെയിൽവേ സ്റ്റേഷൻ ബനാറസ് റെയിൽവേ സ്റ്റേഷനാണ്. ഹബീബ്ഗഞ്ച് റെയിൽവേ സ്റ്റേഷനാണ് മധ്യപ്രദേശിലെ കമലാവതി സ്റ്റേഷൻ. പ്രഗതി മൈതാൻ മെട്രോ സ്റ്റേഷനാണ് സുപ്രീംകോർട്ട് മെട്രോ സ്റ്റേഷൻ. ഝാൻസി റെയിൽവേ സ്റ്റേഷനാണ് വീരാംഗന ലക്ഷ്മിബായി. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ പേരുള്ള റെയിൽവേ സ്റ്റേഷനാണ് വെങ്കിട്ട നരസിംഹ രാജുവരിപ്പേട്ട, ആന്ധ്രാപ്രദേശിലാണ്. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ പേരുള്ള റെയിൽവേ സ്റ്റേഷനാണ് ഇബ് ഒഡ്, ഗുജറാത്തിലെ ഇബ് ഒഡീഷയിലും ഒഡ് ഗുജറാത്തിലും. മാറിപ്പോവരുത്, ഇബ് ഒഡീഷയിലാണ്. വുമൺ ഓൺലി. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ വനിതാ സ്റ്റാഫ് റെയിൽവേ സ്റ്റേഷനാണ് മാട്ടുംഗ റെയിൽവേ സ്റ്റേഷൻ മുംബൈയിലാണ്. വനിതകൾ മാത്രം നിയന്ത്രിക്കുന്ന ഇന്ത്യയിലെ ആദ്യ നോൺ സബർബൻ റെയിൽവേ സ്റ്റേഷനാണ് ഗാന്ധിനഗർ ജയ്പൂർ റെയിൽവേ സ്റ്റേഷൻ, രാജസ്ഥാൻ. സൗത്ത് വെസ്റ്റേൺ റെയിൽവേ സോണിനെ ആദ്യ സമ്പൂർണ്ണ വനിതാ റെയിൽവേ സ്റ്റേഷൻ ബനാസ്വാടി, കർണാടകയിലാണ്. ഇന്ത്യയിലെ ആദ്യ വനിതാ സ്റ്റേഷൻ മാസ്റ്റർ റിങ്കു സിൻഹ റോയ് ആണ്. ഇന്ത്യയിലെ ആദ്യ വനിതാ ലോക്കോ പൈലറ്റാണ് സുരേഖ ശങ്കർ യാദവ്. ഇനി പൈതൃക പട്ടികയിൽ യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ സ്ഥാനം നേടിയ ഇന്ത്യയിലെ റെയിൽപാതകളാണ് ഡാർജിലിംഗ് ഹിമാലയൻ റെയിൽവേ, നീലഗിരി മൗണ്ടൈൻ, കൽക്ക ഷിംല റെയിൽവേ. ഇന്ത്യയിലെ റെയിൽപാത വഴി ബന്ധിപ്പിച്ചിട്ടില്ലാത്ത ഏക സംസ്ഥാനം സിക്കിമാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഹരിത ട്രെയിൻ ഇടനാഴി രാമേശ്വരം മനമധുരൈ. ഇന്ത്യയിലെ ഒരേയൊരു പ്രൈവറ്റ് റെയിൽവേ ലൈനാണ് ശകുന്തള റെയിൽവേസ്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ ലൈൻ നിലവിൽ വരുന്ന രാജ്യം ഇന്ത്യയാണ്. കറണ്ട് ഫാക്ട്: 2 സംസ്ഥാനങ്ങളെയും ഗുജറാത്ത്, രാജസ്ഥാൻ, 3 ആരാധനാലയങ്ങളെയും ബന്ധിപ്പിക്കുന്ന കേന്ദ്രത്തിൻ്റെ പുതിയ റെയിൽവേ ലൈൻ പദ്ധതിയാണ് തരംഗ ഹില്ല് അംബാജി അബു റോഡ്. റെയിൽവേ തുരങ്കം. ഇന്ത്യയിലെ ആദ്യ റെയിൽവേ ടണൽ ജമാൽപൂർ ടണലാണ്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയിട്ടുള്ള റെയിൽവേ തുരങ്കം. ഇന്ത്യയിലെ ആദ്യ റെയിൽവേ ടണൽ ജമാൽപൂർ ടണലാണ്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ ടണലാണ് T49 ടണൽ. 12.75 കിലോമീറ്ററാണ് T49 ടണലിൻ്റെ നീളം. ഉദ്ധംപൂർ ശ്രീനഗർ ബാരാമുള്ള റെയിൽവേ ലിങ്ക് പ്രോജക്റ്റിൻ്റെ ഭാഗമായി നിലവിൽ വന്ന T49 ടണൽ കത്വ ബനിഹാൾ മേഖലയിലെ സാംബർ
അർപ്പുഞ്ചല എന്നീ സ്റ്റേഷനുകളെ ബന്ധിപ്പിക്കുന്നു. ഇന്ത്യയിൽ ആദ്യമായി തുരങ്കത്തിനകത്ത് റെയിൽവേ സ്റ്റേഷൻ നിലവിൽ വരുന്ന സംസ്ഥാനം ഹിമാചൽ പ്രദേശാണ്. വീർപഞ്ചൽ തുരങ്കം സ്ഥിതി ചെയ്യുന്ന ജമ്മു കാശ്മീരിൽ. ഇന്ത്യൻ റെയിൽവേയുടെ ഏറ്റവും നീളം കൂടിയ വൈദ്യുതീകരണ റെയിൽവേ ടണലാണ് ആന്ധ്രാപ്രദേശിലെ ചെർലോപ്പള്ളി രാപ്പൂരു റെയിൽവേ സ്റ്റേഷനുമായി ബന്ധിപ്പിച്ചുകൊണ്ട് 2019 നിലവിൽ വന്നു. ലോകത്തിലെ ആദ്യമായി ഡബിൾ സ്റ്റാക്ക് കണ്ടെയ്നർ ട്രെയിനിൻ്റെ യാത്രയ്ക്കായിട്ട് വൈദ്യുതീകരിച്ച റെയിൽ തുരങ്കം ആരംഭിച്ച രാജ്യം ഇന്ത്യയാണ്. ഇന്ത്യയുടെ ആദ്യത്തെ എലവേറ്റഡ് റെയിൽവേ ട്രാക്ക് നിലവിൽ വന്നത് റോഹ്തക്കാണ്, ഹരിയാന. മെട്രോ റെയിൽവേ. ലോകത്തിലെ ആദ്യ മെട്രോ റെയിൽവേ ലെന്നാണ് 1890. ഇന്ത്യയിലെ ആദ്യത്തെ മെട്രോ റെയിൽവേ നിലവിൽ വന്നത് കൊൽക്കത്തയിലാണ്. ഇന്ത്യയിൽ ആദ്യത്തെ മെട്രോ റെയിൽവേ നിലവിൽ വന്നത് കൊൽക്കത്തയാണ്. ലോകത്തിലെ ആദ്യത്തെ മെട്രോ റെയിൽവേ ലെന്നാണ്. ഇന്ത്യയിലെ ആദ്യത്തെ മെട്രോ റെയിൽവേ ആരംഭിച്ചത് 1984 ഒക്ടോബർ 24. ഇന്ത്യയിലെ രണ്ടാമത്തെ മെട്രോ റെയിൽവേ നിലവിൽ വന്നത് ന്യൂഡൽഹിയിലാണ് 1995 മെയ് 3. ലോകത്തിലെ ആദ്യത്തെ ഹരിത മെട്രോ ആണ് ഡൽഹി മെട്രോ. എഫിഷ്യന്റ് എനർജി മാനേജ്മെന്റ് വിഭാഗത്തിൽ ഇന്ത്യയിൽ ആദ്യമായി ISO 50001/2011 റേറ്റിംഗ് ലഭിച്ച മെട്രോ ആണ് ഡൽഹി മെട്രോ. ഡൽഹി മെട്രോ സർവീസ് ആരംഭിച്ചത് 2002-ലാണ്. മെട്രോകളിലും ബസ്സുകളിലും സ്ത്രീകൾക്ക് സൗജന്യ യാത്ര ലഭിച്ചത് ഡൽഹിയിലാണ്. വേസ്റ്റ് ടു എനർജി പ്ലാന്റ് നിലവിൽ വന്നുള്ള ഊർജ്ജം ഉപയോഗിച്ച് പ്രവർത്തിച്ച ഇന്ത്യയിലെ ആദ്യ മെട്രോ ആണ് ഡൽഹി മെട്രോ. ഇന്ത്യയിലെ ആദ്യത്തെ ഡ്രൈവർ ഇല്ലാ മെട്രോ ട്രെയിൻ പരീക്ഷണ അടിസ്ഥാനത്തിൽ പ്രവർത്തിച്ചത് ഡൽഹി മെട്രോ. ഇന്ത്യയിലെ ആദ്യത്തെ അണ്ടർ വാട്ടർ മെട്രോ നിലവിൽ വന്നത് കൊൽക്കത്ത ഹൂഗ്ലി നദിയിലാണ്. ഇന്ത്യയിലെ ആദ്യമായി വൈബ്രേഷൻ അബ്സോർബിംഗ് ട്രാക്സ് നിലവിൽ വരുന്ന മെട്രോ മുംബൈ മെട്രോ ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ റാപ്പിഡ് മെട്രോ ഗുരുഗ്രാമാണ്. ദക്ഷിണേന്ത്യയിൽ ആദ്യത്തെ മെട്രോ റെയിൽവേ ബാംഗ്ലൂർ മെട്രോ ആണ്. നിലവിലെ ബാംഗ്ലൂർ മെട്രോ അറിയപ്പെടുന്നത് നമ്മ മെട്രോ എന്നാണ്. ആദ്യ ഭൂഗർഭ റെയിൽവേ നിലവിൽ വന്നത് ഫുൽബാഗൻ, കൊൽക്കത്ത. ദക്ഷിണേന്ത്യയിൽ ആദ്യമായി ഭൂഗർഭ മെട്രോ നിലവിൽ വന്നത് ബാംഗ്ലൂർ നമ്മ മെട്രോ. പൂർണ്ണമായും ഇന്ത്യയിലെ നിർമ്മിച്ച ആദ്യ മെട്രോ റെയിൽ മോവിയാണ്. പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടെ നിർമ്മിച്ച ലോകത്തിലെ ഏറ്റവും വലിയ മെട്രോ റെയിൽവേ പദ്ധതിയാണ് ഹൈദരാബാദ് മെട്രോ. പൂർണ്ണമായും സ്വകാര്യ മൂലധന നിക്ഷേപത്തോടെ ആരംഭിച്ച ആദ്യ മെട്രോ ആണ് റാപ്പിഡ് മെട്രോ ഗുരുഗ്രാം. ദക്ഷിണേന്ത്യയിൽ ആദ്യ മെട്രോ മ്യൂസിയം നിലവിൽ വന്നത് ന്യൂഡൽഹി. 2022 മാർച്ചിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത റെയിൽ പദ്ധതിയാണ് പൂനെ മെട്രോ റെയിൽ പ്രോജക്റ്റ്. 2016 കേന്ദ്ര സർക്കാരിൻ്റെ അംഗീകാരം ലഭിച്ച പൂനെ മെട്രോ പദ്ധതിയുടെ ശിലാസ്ഥാപനം അതേ വർഷം നരേന്ദ്രമോദി നിർവഹിച്ചിരുന്നു. ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ മെട്രോ റെയിൽ നെറ്റ്വർക്ക് എന്ന ബഹുമതി നേടിയത് ഹൈദരാബാദ് മെട്രോ ആണ്. ഒന്നാമത് ഡൽഹിയാണ്. മധ്യപ്രദേശിലെ ഭോപ്പാൽ മെട്രോയുടെ പുതിയ പേര് ഭോജ് മെട്രോ ആണ്. ഇന്ത്യയിലെ നാലാമത്തെ മെട്രോ സർവീസ് ഗുരുഗ്രാമാണ്. കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡ് സ്ഥാപിതമായ വർഷം 2011. 2012 കൊച്ചി മെട്രോയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അനുമതി ലഭിച്ചു. ആദ്യ മാനേജിംഗ് ഡയറക്ടർ ടോം ജോസ് ആണ്. കേരളത്തിലെ ആദ്യത്തെയും ഇന്ത്യയിലെ 8ാമത്തെയും മെട്രോയായ കൊച്ചി മെട്രോ നിലവിൽ വന്നത് 2017 ജൂൺ 17-നാണ്. കൊച്ചി മെട്രോ സർവീസ് ആരംഭിച്ച സമയത്തെ മാനേജിംഗ് ഡയറക്ടറാണ് ഏലിയാസ് ജോർജ്. കോമറ്റ് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന കൊച്ചി മെട്രോയുടെ നിർമ്മാണ ചുമതലകൾക്ക് നേതൃത്വം നൽകിയത് ഡൽഹി മെട്രോ റെയിൽ കോർപ്പറേഷനാണ്. കൊച്ചി മെട്രോ റെയിൽ സർവീസ് നിലവിൽ ബന്ധിപ്പിച്ചിരിക്കുന്നത് ആലുവ ടു പേട്ട വരെയാണ്. കൊച്ചി മെട്രോയുടെ വിവിധ ഫേസുകൾ: ഒന്നാമത്തെ ഫേസ് ആലുവ മുതൽ പേട്ട വരെ, ഫേസ് 1A പേട്ട മുതൽ SN ജംഗ്ഷൻ വരെ, ഫേസ് 1B ആണെങ്കിൽ SN ജംഗ്ഷൻ മുതൽ തൃപ്പൂണിത്തുറ വരെയാണ്. ആന്ധ്രാപ്രദേശിലെ ആൻസ്ട്രോം ഫാക്ടറി ഫ്രഞ്ച് കമ്പനിയിലാണ് കൊച്ചി മെട്രോയുടെ കോച്ചുകൾ നിർമ്മിച്ചത്. മെട്രോ മാൻ ഇ ശ്രീധരനാണ് ഡൽഹി മെട്രോയുടെ ചെയർമാനായി പ്രവർത്തിച്ച മലയാളിയാണ്. കൊച്ചി മെട്രോ പദ്ധതിയുടെ മുഖ്യ ഉപദേഷ്ടാവാണ്. കൊങ്കൺ റെയിൽവേയുടെ മുഖ്യ ശില്പിയാണ്. മെട്രോ മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നു. കൊങ്കൺ റെയിൽവേയുടെ ആദ്യ ചെയർമാനാണ്. കേരളത്തിലെ ആദ്യ മെട്രോ പോലീസ് സ്റ്റേഷൻ കൊച്ചി മെട്രോ ആണ്. ഇന്ത്യയിൽ ആദ്യമായി ഡോർമിറ്ററി അക്കോമഡേഷൻ സംവിധാനം നിലവിൽ വന്ന മെട്രോ ആണ്. ജലഗതാഗത സംവിധാനത്തെ മെട്രോയുമായി ബന്ധിപ്പിക്കുന്ന ഇന്ത്യയിലെ ആദ്യ മെട്രോ ആണ്. ഇന്ത്യയിലെ ആദ്യ ഇൻ്റഗ്രേറ്റഡ് മൾട്ടി മോഡ് ട്രാൻസ്പോർട്ട് സിസ്റ്റം സംയോജിത ഗതാഗത പദ്ധതിയാണ്. ഇന്ത്യയിൽ ആദ്യമായി ഭിന്നലിംഗക്കാർക്ക് നിയമനം നൽകിയ സർക്കാർ ഉടമസ്ഥതയിലുള്ള കമ്പനിയാണ്. മോണോ റെയിൽ ഒരു പാളത്തിലൂടെ മാത്രമുള്ള റെയിൽ ഗതാഗത രീതിയാണ് മോണോ റെയിൽ എന്ന് പറയുന്നത്. ടണലുകൾ സ്ഥാപിച്ചോ അല്ലെങ്കിൽ ഉയർന്ന പ്രതലങ്ങളിലൂടെയോ ആണ് സാധാരണ മോണോ റെയിലുകൾ സ്ഥാപിക്കാറുള്ളത്. ഇന്ത്യയിൽ ആദ്യ മോണോ റെയിൽ മുംബൈയിൽ നിലവിൽ വന്നത് 2014 ഫെബ്രുവരി 1-നാണ്. മുംബൈ മെട്രോപൊളിറ്റൻ റീജിയണൽ ഡെവലപ്മെൻറ്റ് അതോറിറ്റിയാണ് പദ്ധതി നടപ്പിലാക്കിയത്. റെയിൽ സോണുകൾ: നിലവിൽ ഇന്ത്യയിലെ 18 റെയിൽവേ സോണുകളാണുള്ളത്. ഇന്ത്യയിലെ ആദ്യ റെയിൽ സോണാണ് സതേൺ സോൺ. 1951 ഏപ്രിൽ 14-ന് നിലവിൽ വന്നു. കേരളം ഉൾപ്പെടുന്നത് സതേൺ സോണിലാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റൂട്ട് ദൈർഘ്യമുള്ള റെയിൽവേ സോണാണ് നോർത്തേൺ സോൺ. ഇന്ത്യയിലെ 18ാമത്തെ റെയിൽവേ സോണാണ് സൗത്ത് കോസ്റ്റ് റെയിൽവേ. 100% LED വൈദ്യുതീകരണം നടത്തിയ ഇന്ത്യയിലെ ആദ്യ റെയിൽവേ സോണാണ് സൗത്ത് സെൻട്രൽ റെയിൽവേ സോൺ.
2022 ഫെബ്രുവരിയിൽ മുംബൈ അഹമ്മദാബാദ് റൂട്ടിൽ തീവണ്ടികളുടെ കൂട്ടിമുട്ടൽ ഒഴിവാക്കുന്നതിനായി വെസ്റ്റേൺ റെയിൽവേ ആരംഭിച്ച പദ്ധതിയാണ് കവച് എന്ന് പറയുന്നത്. ഇന്ത്യയിലെ ആദ്യമായിട്ട് ഫങ്ഷണൽ എനർജി ന്യൂട്രൽ റെയിൽവേ സ്റ്റേഷൻ നിലവിൽ വന്ന സോണാണ് സൗത്ത് സെൻട്രൽ റെയിൽവേ സോണ് സെക്കന്ദരാബാദ്. ഇന്ത്യയിൽ ആദ്യമായി COVID-19 ബാധിക്കുന്നതിനായി ഹോസ്പിറ്റൽ ഐസൊലേഷൻ കോച്ച് തയ്യാറാക്കിയ റെയിൽവേ സ്റ്റേഷനാണ് നോർത്തേൺ റെയിൽവേ. ഇന്ത്യയിലെ റെയിൽവേയുടെ ആദ്യ പ്രിന്റിംഗ് പ്രസ് ഹെറിറ്റേജ് ഗാലറി നിലവിൽ വന്നത് മുംബൈ വെസ്റ്റേൺ റെയിൽവേയിലാണ്. ഇനി കുറച്ച് റെയിൽവേ സോൺസ് നോക്കാം. റെയിൽവേ സോണ് ഒന്നാമത്തേത് സെൻട്രൽ ആണ്. സ്ഥാപിതമായ വർഷം 1951 നവംബർ 5. മുംബൈ SCT ആണ്. സദേൺ ആണെങ്കിൽ ചെന്നൈ ആണ്. നമുക്ക് സ്ഥാപിതമായ വർഷം നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ നോക്കി പഠിക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ജസ്റ്റ് വായിച്ചിട്ട് പോകുന്നതാണ്. വെസ്റ്റേൺ മുംബൈ ചർച്ച് ഗേറ്റ് ആണ്. ഈസ്റ്റേൺ കൊൽക്കത്തയാണ്. നോർത്തേൺ ന്യൂഡൽഹിയാണ്. നോർത്ത് ഈസ്റ്റേൺ ഖൊരഗ്പൂർ ഉത്തർപ്രദേശിലാണ്. നോർത്ത് ഈസ്റ്റേൺ. സൗത്ത് ഈസ്റ്റേൺ കൊൽക്കത്തയാണ്. നോർത്ത് ഈസ്റ്റ് ഫ്രോണ്ടിയർ ആണ് ഗുവാഹത്തി. സൗത്ത് സെൻട്രൽ സെക്കന്ദരാബാദാണ്. ഈസ്റ്റ് സെൻട്രൽ ആണെങ്കിൽ ഹാജിപൂരാണ്. ഈസ്റ്റ് കോസ്റ്റ് ഭുവനേശ്വരാണ്. നോർത്ത് വെസ്റ്റേൺ ജയ്പൂരാണ്. നോർത്ത് സെൻട്രൽ അലഹബാദ്. സൗത്ത് ഈസ്റ്റ് സെൻട്രൽ ആണ് ബിലാസ്പൂർ ഛത്തീസ്ഗഡ്. സൗത്ത് വെസ്റ്റേൺ ഹൂബ്ലി കർണാടക. വെസ്റ്റ് സെൻട്രൽ ജബൽപൂർ മധ്യപ്രദേശ്. കൊൽക്കത്ത മെട്രോ റെയിൽവേ സൗത്ത് കോസ്റ്റ് റെയിൽവേ വിശാഖപട്ടണത്തിലാണ്. ഇനി അടുത്തതായിട്ട് കൊങ്കൺ റെയിൽവേ ആണ്. കൊങ്കൺ റെയിൽവേയുടെ ഔദ്യോഗിക നാമം കൊങ്കൺ റെയിൽവേ കോർപ്പറേഷൻ ലിമിറ്റഡ് എന്നാണ്. KRCL രൂപം കൊണ്ടത് 1990 ജൂലൈ 19. 1990 ജൂലൈ 19. കൊങ്കൺ റെയിൽവേയുടെ ആസ്ഥാനം ഭേലാപൂർ ഭവനാണ്, മഹാരാഷ്ട്ര. കൊങ്കൺ റെയിൽവേ ബന്ധിപ്പിക്കുന്നത് മഹാരാഷ്ട്രയിലെ റോഹ മുതൽ കർണാടകയിലെ മാംഗ്ലൂരു വരെയാണ്. 760 കിലോമീറ്റർ നീളമുള്ള കൊങ്കൺ റെയിൽവേയിൽ 1997 മുതൽ ചരക്കുവണ്ടികൾ ഓടിത്തുടങ്ങി. കൊങ്കൺ റെയിൽവേയുടെ പാതയിൽ ഉൾപ്പെട്ടിരിക്കുന്ന സംസ്ഥാനങ്ങൾ കേരളം, കർണാടക, ഗോവ, മഹാരാഷ്ട്ര. കൊങ്കൺ റെയിൽവേയുടെ ആദ്യത്തെ യാത്രാ ട്രെയിൻ ഉദ്ഘാടനം ചെയ്ത പ്രധാനമന്ത്രി AB വാജ്പേയി ആണ്. 1998 ജനുവരി 26. കൊങ്കൺ റെയിൽവേ പാതയിലെ ആദ്യത്തെ നീളം കൂടിയ റെയിൽ തുരങ്കം ഖർബുഡെ തുരങ്കമാണ്. ചരക്കു നീക്കം സുഗമമാക്കുന്നതിന് 1999 ജനുവരി 26 കൊങ്കൺ റെയിൽവേ ഏർപ്പെടുത്തിയ സംവിധാനം റോറോ റെയിലാണ്. റോൾ ഓൺ റോൾ ഓഫ്. കൊങ്കൺ മേഖലയിൽ സർവീസ് നടത്തുന്ന ടൂറിസ്റ്റ് ട്രെയിനാണ് ദ ഡെക്കാൻ ഒഡീസി. കൊങ്കൺ പാതയിലൂടെയുള്ള ട്രെയിനുകളുടെ കൂട്ടിയിടി ഒഴിവാക്കാൻ ആരംഭിച്ച പ്രോജക്റ്റാണ് രക്ഷാ കവച്. 2018 മൾട്ടി മോഡൽ ലിംഗ്വിസ്റ്റിക് പാർക്ക് നിലവിൽ വന്ന റെയിൽവേ സ്റ്റേഷൻ ബാലിയാണ്. ഗോവയിൽ കൊങ്കൺ റെയിൽവേ പാതയിലാണ്. റെയിൽവേ സേവനങ്ങൾ ലഭ്യമാക്കുന്നതിനായിട്ട് നിലവിൽ വന്ന ഏകീകൃത നമ്പറാണ് 139. പൈപ്പ് ലൈൻ നോക്കാം. ഇന്ത്യൻ ഗതാഗത ശൃംഖലയിലെ പുതിയൊരു അധ്യായമാണ് പൈപ്പ് ലൈൻ ഗതാഗത ശൃംഖല. പ്രധാനപ്പെട്ട പൈപ്പ് ലൈനുകൾ സലയ മധുര പൈപ്പ് ലൈന്, പാരാദീപ് ഹാൾഡിയ ബറൗണി പൈപ്പ് ലൈന്, മുദ്ര പാനിപ്പത്ത് പൈപ്പ് ലൈന്, നഹർകദിയ നുൻമതി ബറൗണി പൈപ്പ് ലൈന്. ഇന്ത്യയിലെ നിർമ്മിതമായ ആദ്യ പൈപ്പ് ലൈനാണ് മുംബൈ അങ്കലേശ്വർ കൊയാലി പൈപ്പ് ലൈന്. ഹാസിറ വിജയ്പൂർ ജഗദീഷ്പൂർ പൈപ്പ് ലൈന്. ഗെയിലിൻ്റെ കീഴിൽ വരുന്ന ഇത് ഗ്യാസ് പൈപ്പ് ലൈനാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ക്രോസ് കൺട്രി ഭൂപ്രകൃതി വാതക പൈപ്പ് ലൈനായ ഇത് 1987-88 കാലത്തിൽ കമ്മീഷൻ ചെയ്തു. ഇനി അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് ജലഗതാഗതമാണ്. അടുത്ത ക്ലാസ്സിലായിട്ടായിരിക്കും അത് നമ്മൾ പഠിക്കുന്നത്. ബാക്കി ഇന്ന് നമ്മൾ മലയാളം ഫുള്ള് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. അപ്പം നമ്മൾ പ്രയോഗങ്ങളാണ് ഇനി ഫസ്റ്റായിട്ട് നോക്കുന്നത്. ശൈലികൾ നമ്മൾ ഫുള്ള് പഠിച്ചു കഴിഞ്ഞതാണ്. ഇപ്പോൾ പ്രയോഗങ്ങൾ നോക്കാം. മലയാളത്തിൽ കാവ്യത്തിലും പദ്യത്തിലും ആശയത്തിൽ കോട്ടം വരാത്ത വിധം ചേർക്കുന്നതാണ് പ്രയോഗങ്ങൾ. കൃതികളെ മനോഹരമാകുന്നതിൽ നിന്നും ഈ പ്രയോഗങ്ങൾക്ക് സവിശേഷ സ്ഥാനമുണ്ട്. ഉദാഹരണമായി വകേലൊരു മാതുലൻ രാമബാണനായി കടന്നു വന്നു എന്ന വാക്യത്തിൽ രാമബാണം എന്നത് ഒരു പ്രയോഗമാണ്. മാതുലൻ വേഗത്തിൽ വന്നു എന്നതിന് പകരമായിട്ടാണ് രാമബാണം എന്ന് പ്രയോഗിച്ചിരിക്കുന്നത്. ഇത്തരത്തിലുള്ള സവിശേഷമായിട്ടുള്ള ഒരർത്ഥം നൽകുന്നതിനാണ് പ്രയോഗങ്ങൾ ഉപയോഗിക്കുന്നത്. താഴ്മ നമുക്ക് ഉയർച്ചയെ കൊണ്ടുവരുന്നു എന്നതിന് പകരമായിട്ടാണ് താഴ്മതാൻ അഭ്യുന്നതി എന്ന് വള്ളത്തോൾ പ്രയോഗിച്ചിരിക്കുന്നത്. മഴ പെയ്യാൻ തുടങ്ങി നിൽക്കുന്ന അന്തരീക്ഷത്തെയും മേഘത്തെയും സൂചിപ്പിക്കുന്നതിനാണ് പെയ്യാൻ വിതുമ്പി നിൽക്കുന്ന കാർമേഘങ്ങൾ എന്ന് പ്രയോഗിച്ചിരിക്കുന്നത്. ഉദാഹരണങ്ങൾ കവികോകിലങ്ങൾ, തൊഴു കൈ പൂമൊട്ട്, ഫലിതത്തിൻ്റെ തൈലം. സ്റ്റൈലായി ചവച്ച് തിന്നുകയാണ് സ്നേഹത്തിൻ്റെ വലിയൊരു ചുമട്. മയിൽപ്പീലി കണ്ണിൽ നിന്നും കരുണാകുലനായ ഒരു നോട്ടം നീണ്ടുവന്ന് അവളെ തൊട്ടു. എൻ്റെ സ്നേഹം അരുവിയിലെ വെള്ളം പോലെയാണെങ്കിൽ പുള്ളിമാനിൻ്റെ സ്നേഹം തേൻതുള്ളി പോലെയാണ്. ദൈവത്തിൻ്റെ അനൽപമായ സ്നേഹം പോലെ നിലാവ് അവരെ തഴുകി. മുൾച്ചെടി തലപ്പത്തും പുഞ്ചിരി വിരിയാറുണ്ട്, പാലഞ്ചും പുഞ്ചിരി. വിരണ്ടോടി വീണു ഉള്ളിനുള്ളിലെ തേൻതുള്ളി. ഓമനച്ചന്തം താമരത്തണ്ടെറിഞ്ഞു. ഇടവഴി താണ്ടി നടവഴി താണ്ടി മല കയറി കാടു കടന്ന് കുന്നിറങ്ങി വയൽ മുറിച്ച്.
ലാളിച്ച് പെറ്റലത, കൊന്ന പൂത്ത പോലെയുള്ള ഒരു പെണ്ണ്, കൊന്ന പൂത്ത പോലെ ഒരു പെണ്ണ്. ഇടവക്കരിങ്കാറിൽ പൊത്ത്, എല്ലു പൊന്തിയ ചെറ്റക്കുടിൽ, ഉണ്ണിക്കനിയെ ഗർഭം പൂണ്ട്, ശുഭ്ര മൃദുല മോഹനമായ വലിയ വലിയ ഇഡ്ഡലികൾ. പുതിയ ലോകങ്ങൾ പിരിഞ്ഞു പോകാം, നമ്മൾ പുതുമാന വട്ടങ്ങൾ തേടിപ്പോകാം. ചാമുണ്ടിക്കാവിൻ്റെ മുറ്റത്ത് പൂത്തു നിൽക്കുന്ന കുങ്കുമം ഈ വിനോദവേളയ്ക്കുള്ള കളിവിളക്കു നാട്ടലാണ്. ഈ ഋതു വേനൽ ചൂടിലൂടെ ഇഴഞ്ഞിഴഞ്ഞു മായുന്നു. ത്യാഗം എന്നതേ നേട്ടം. നിലങ്കല്ലോലങ്ങൾ ആ കാവ്യ സുവർണകാന്തി മോന്തി കുടിക്കുന്നു. ചെളിക്കുണ്ട് ചെന്താമരക്കുളമായി മാറുന്നു. മഞ്ഞുതുള്ളി വൈരക്കല്ലെന്ന് പേരെടുക്കുന്നു. ഇപ്പോൾ ഫിനിക്സ് പക്ഷിയെപ്പോലെ കേരളം ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ക്ലേശകരമായ പാതയിലാണ്. മഴ കൊട്ടിയിറങ്ങുക. അഷ്ടകലാശം ചവിട്ടിക്കൊണ്ടായിരുന്നു തുടക്കം. ബദിരമാംബോധം, ഇരവിൻ വ്രണങ്ങൾ, കർണൻ്റെ സപ്രത്യക്ഷ ധൈര്യം ഭാരതകഥയിലെ പുകൾപെറ്റ ദൃഷ്ടാന്തമാണ്. വാക്യസന്ദർഭങ്ങൾ, കാവ്യസന്ദർഭങ്ങൾ നോക്കാം. കാവ്യങ്ങളെയും വാചകങ്ങളെയും മനോഹരമാക്കുന്നതിന് വേണ്ടി സന്ദർഭാനുസരണം ചേർക്കുന്ന ചില പദങ്ങളും പ്രയോഗങ്ങളുമുണ്ട് ഭാഷയിൽ. നേരർത്ഥത്തിൽ നിന്നും വിഭിന്നമായ ഒരു വ്യാഖ്യാർത്ഥം ഈ പദങ്ങൾക്കുണ്ടായിരിക്കും. ഉദാഹരണമായി താഴെ പറയുന്ന വാചകങ്ങൾ ശ്രദ്ധിക്കുക. അതിൽ 12 ഇടങ്ങഴിയുടെ ചോറും വഴിയാത്രക്കാരാണ് തട്ടുന്നത്. എന്നെ ഇങ്ങനെ തട്ടി കളിക്കരുത്, തട്ടിക്കളയും നിന്നെ ഞാൻ. ഇതിൽ തട്ടി എന്ന പദം വിവിധ സന്ദർഭങ്ങളിൽ ഉപയോഗിച്ചിരിക്കുന്നു. ഓരോ സന്ദർഭത്തിലും വ്യത്യസ്ത അർത്ഥങ്ങളാണ് ഈ പദം ദ്യോതിപ്പിക്കുന്നത്. ആദ്യത്തെ വാചകത്തിൽ തട്ടുന്നത് എന്നത് ചോറ് കഴിക്കുന്നത് എന്നർത്ഥത്തിലാണ് പ്രയോഗിച്ചിരിക്കുന്നത്. രണ്ടാമത്തെ വാചകത്തിൽ തട്ടിക്കളിക്കരുത് എന്ന പദം ഒരാളെ ബുദ്ധിമുട്ടിക്കുന്നതിനെ സൂചിപ്പിക്കുന്നു. മൂന്നാമത്തെ വാചകത്തിൽ തട്ടിക്കളയും എന്ന പദം കൊല്ലുക എന്നർത്ഥത്തിലാണ് പ്രയോഗിച്ചിരിക്കുന്നത്. പരിലോരചനം, ദ്രവ്യമുണ്ടാക്കുവാൻ ഓരോരോ വിദ്യകൾ കാട്ടുന്നു സന്തതം. കുഞ്ചൻ നമ്പ്യാർ രചിച്ച ഈ വരികൾ മനുഷ്യൻ്റെ അത്യാർത്തിയെ കാണിക്കുന്നു. മനുഷ്യൻ പണമുണ്ടാക്കുവാൻ ഓരോരോ കാര്യങ്ങൾ ചെയ്യുന്നു. എന്തു ചെയ്യുവാനും അവന് യാതൊരു മടിയുമില്ല. ഇതേ ആശയം ഉൾക്കൊള്ളുന്നതാണ് താഴെ കൊടുത്തിരിക്കുന്ന പൂന്താനത്തിൻ്റെ വരികളും. അർത്ഥമെത്ര വളരെയുണ്ടായാലും തൃപ്തിയാക മനസ്സിനൊരു കാലം. ഇവിടെ മനുഷ്യന് സമ്പത്തിനോടുള്ള ആർത്തിയെ സൂചിപ്പിക്കുന്നു. സമ്പത്ത് എത്രയുണ്ടെങ്കിലും മനുഷ്യൻ്റെ മനസ്സിന് ഒരു കാലത്തും തൃപ്തി ഉണ്ടാകുന്നില്ലെന്ന് ഈ കാവ്യസന്ദർഭം സൂചിപ്പിക്കുന്നു. പെറ്റുകിടക്കും തെരുവു പട്ടിക്ക് എന്തൊരൂറ്റം, കുരച്ചത് ചാടി കുതിക്കുന്നു. ഈ കാവ്യസന്ദർഭം അമ്മയ്ക്ക് തൻ്റെ കുഞ്ഞുങ്ങളോടുള്ള സ്നേഹവും കരുതലിനെയും വ്യക്തമാക്കുന്നു. തെരുവു പട്ടി പോലും തൻ്റെ കുഞ്ഞിനെ സംരക്ഷിക്കുവാനുള്ള വ്യഗ്രതയിലാണെന്ന് മനസ്സിലാക്കാം. മാടം തലത്തിനെപ്പറ്റി അയാൾ ഓർത്തുപോയി. അയാൾ അവിടെ നിന്ന് പോയി. ഈ രണ്ട് വാചകത്തിലും പോയി എന്ന പദം ഉപയോഗിച്ചിരിക്കുന്നത് രണ്ട് അർത്ഥത്തിലാണ്. ഓർത്തുപോയി എന്ന പദത്തിൽ ഓർമ്മിച്ചു എന്നുള്ളത് മാത്രമാണ്. എന്നാൽ അതേസമയം രണ്ടാമത്തെ പദത്തിൽ സ്ഥലത്തു നിന്നും പോയി എന്നർത്ഥം യോജിപ്പിക്കുന്നു. ഉദാഹരണങ്ങൾ: ഉടുപ്പ് മഴ കണ്ണീരാൽ നനഞ്ഞു. കരിങ്കൊമ്പനായി രാത്രി വന്നു. ഇരുൾത്തൊപ്പി പൊക്കി പതുക്കെ പ്രഭാതം ചിരിക്കാൻ ശ്രമിക്കും. അച്ഛൻ ഈറ്റപ്പുലിയെ പോലെ ചാടി വീണു. മഴപ്പാറ്റകൾ പോലെ ശത്രു സൈന്യം കരിഞ്ഞു വീണു. സൂര്യകിരണങ്ങൾ നിറങ്ങളെയൊക്കെയും കവർന്നെടുത്തു കൊണ്ടുപോയ ഒരേയൊരു സാരി. ഓടിക്കളിക്കുന്നുണ്ടാ പഷ്ണിക്കഞ്ഞിയിലോരോ നെടിയരി വച്ചുമായി മാത്രം. വെടിവെക്കിലും കൂടി കേൾക്കില്ലേ. സാഹിത്യപൂരം തല എടുപ്പുള്ള ആനകൾ നിരന്നിരിക്കുന്നു. വൈലോപ്പിള്ളിയും ഒളപ്പമണ്ണയുടെയും കവിത വിളമ്പി. മെഴുകുതിരി 3 എന്നെ രക്ഷിക്കാൻ ആത്മാഹൂതി ചെയ്തു. ഇന്നു രാത്രി മഴ കൊട്ടിയിറങ്ങും. മുല്ലമൊട്ടുകൾ വാനിങ്കൽ വിതറിക്കൊണ്ടുല്ലാസഭരിതയാണയും സന്ധ്യാശ്രീയും. ഒന്ന് പൊട്ടിക്കരഞ്ഞുകൂടെ ഈ ആകാശത്തിന്. നേരം വെളുക്കുമ്പോഴേ വയറു പ്രതിഷേധിച്ചു കൊണ്ടിരിക്കുന്നു. ജീവിതം കരിയില പോലെ പാറുന്നു. രാമബാണം പോലെ കടന്നു വന്നു. ഓരോ ഇഡ്ഡലിയെയും ആഹൂതി നടത്തി. ഭൂമിയുടെ കാതിൽ മഹാസങ്കടങ്ങൾ അറിയിക്കുന്ന പാദങ്ങൾ വിണ്ടുപൊട്ടിയിട്ടുണ്ട്. പൂമരങ്ങൾ പലവട്ടം പൂത്തു തളിർത്തു. മാനം പലവട്ടം കരഞ്ഞു ചിരിച്ചു. അഭിനന്ദനത്തിൻ്റെ പുഷ്പവൃഷ്ടി. വൃക്ഷലതാദികളും തങ്ങളുടെ നൃത്തങ്ങളെ വെടിഞ്ഞ് നിശ്ചലരായി നിൽക്കുന്നു. വെയിൽ എല്ലാവരെയും ചുംബിച്ചു മടങ്ങി. അദ്ദേഹം അടുക്കളയിലോളം തുളുമ്പി മകളായവളെ ശാസിച്ചു. ഇനി അടുത്തത് കാവ്യബോധമാണ്. അലങ്കാരം നോക്കാം. മഹാകൃതികൾ കാവ്യാസ്വാദകരുടെ ഹൃദയത്തെ ആഹ്ലാദപൂരിതമാക്കുന്നു. ഇത്തരം ആഹ്ലാദം അനുഭവിക്കാനാവുന്നതാണ് സഹൃദയനിൽ ആഹ്ലാദം നിറയ്ക്കുന്ന കവിതാധർമ്മത്തിന് ചമൽക്കാരം എന്ന് പറയുന്നു. ചമൽക്കാരത്തിന് ആധാരമായ വാക്യഘടനയാണ് അലങ്കാരം. ഭാരതമുനി നാട്യശാസ്ത്രത്തിൽ ഒരധ്യായം കൊണ്ട് പറഞ്ഞത് നൂറ്റാണ്ടുകളുടെ
പഠന മന മന പഠന മനനങ്ങൾക്കു ശേഷം AR രാജരാജവർമ്മയുടെ ഭാഷാഭൂഷണത്തിൽ എത്തി നിൽക്കുന്നു. മലയാള സാഹിത്യം ഇന്ന് അലങ്കാര ലക്ഷണ ഗ്രന്ഥമായി കരുതുന്നത് 1902 പ്രസിദ്ധീകരിക്കപ്പെട്ട ഭാഷാഭൂഷണം തന്നെയാണ്. AR അലങ്കാരങ്ങളെ രണ്ടായി വിഭജിക്കുന്നു: ശബ്ദാലങ്കാരം, അർത്ഥാലങ്കാരം. ശബ്ദഭംഗി വർദ്ധിപ്പിച്ച് ചമൽക്കാരം ചമയ്ക്കുന്നതിനെ ശബ്ദാലങ്കാരം എന്ന് പറയുന്നു. അർത്ഥത്തിന് ഭംഗി വർദ്ധിപ്പിച്ച് ചമൽക്കാരം ചമയ്ക്കുന്നതിനെ അർത്ഥാലങ്കാരം എന്ന് പറയുന്നു. അർത്ഥാലങ്കാരം സാമ്യം, അതിശയം, വാസ്തവം, ശ്ലേഷം ഇവയിൽ ഒന്നായിരിക്കും എല്ലാ അർത്ഥാലങ്കാരങ്ങൾക്കും അടിസ്ഥാനം. അർത്ഥാലങ്കാരങ്ങൾ 4 വിധമാണ്: സംയോക്തി, അതിശയോക്തി, വാസ്തവോക്തി, ശ്ലേഷോക്തി. സാമ്യോക്തി അലങ്കാരങ്ങൾ അലങ്കാര രാജനായ ഉപമ ഉൾപ്പെടെ പ്രമുഖമായിട്ടുള്ള അലങ്കാരങ്ങൾ സാമ്യോക്തി വിഭാഗത്തിൽ പെടുന്നു. ഉപമ, ഉൾപ്രേക്ഷ, രൂപകം, ദീപകം, സസന്ദേഹം തുടങ്ങി 16 അലങ്കാരങ്ങൾ ഈ വിഭാഗത്തിലുണ്ട്. ഉപമ ഒന്നിനോടൊന്നോട് സാദൃശ്യം ചെന്നാൽ അത് ഉപമയാമത്. ഒരു വസ്തുവിനെ മറ്റൊരു വസ്തുവിനോട് സാമ്യം അഥവാ സാദൃശ്യം പറയുന്നത് ഉപമ എന്ന അലങ്കാരമാണ്. മന്നവേന്ദ്ര വിളങ്ങുന്നു ചന്ദ്രനെ പോലെ നിൻമുഖം. പ്രസ്തുത ഉദാഹരണം വർദ്ധിക്കുന്നത് മുഖത്തെയാണ്. അതിനാൽ മുഖം വർണ്ണ്യം, വർണ്ണ്യത്തിന് പ്രസ്തുതം, പ്രകൃതം, ഉപമേയം എന്നീ പേരുകളുമുണ്ട്. മുഖത്തെ ഉപമിക്കുന്നത് ചന്ദ്രനോടാണ്. ആയതിനാൽ ചന്ദ്രൻ ആവർണ്യം, അപ്രസ്തുതം, അപ്രകൃതം, ഉപമാനം എന്നിങ്ങനെയാണ് അവർണ്യത്തിൻ്റെ മറ്റു പേരുകൾ. മുഖത്തിന് ചന്ദ്രനും ചുറ്റുമായിട്ട് ഉള്ള വിളങ്ങുന്നു എന്ന പദത്തെ സാധാരണ ധർമ്മം എന്ന് വിളിക്കുന്നു. ഈ അലങ്കാരം ഉപമയാണെന്ന് നമ്മെ ബോധ്യപ്പെടുത്തുന്ന പോലെ സദൃശ്യത്തെക്കുറിച്ച് ശബ്ദമായിട്ടുള്ള പോലെ എന്ന ഉപമാവാക്യമാണ്. അതിനാൽ ഉപമ എന്ന അലങ്കാരത്തിന് വേണ്ട 4 ഘടനകളും ഉപമേയം, ഉപമാനം, ഉപമാവാചകം, സാധാരണ ധർമ്മം ഇതിലുള്ളതിനാൽ ഇതൊരു പൂർണ്ണ ഉപമയാണ്. ഇനി ഉൾപ്രേക്ഷയാണെങ്കിൽ മറ്റൊന്നിൽ ധർമ്മയോഗത്താൽ അതുതാനല്ലയോ ഇത് എന്ന് വർണ്ണത്തിൽ ആശങ്ക. ഉൾപ്രേക്ഷ ഖ്യാല അയലം കൃതി. ഇനി വർണ്ണത്തിൽ ആവർണത്തിൽ ധർമ്മത്തിൽ ചേർച്ച കാണുകയാണെങ്കിൽ അതുതന്നെ ആയിരിക്കാം ഇതെന്ന് ബലമായി ശങ്കിച്ചാൽ ഉൾപ്രേക്ഷയാണ് അത് എന്നാണ് പറയുന്നത്. മേയുന്ന പുല്ലും മറിയാൻ മറന്നു ചെയ്യുന്ന നൃത്തം മയിലും നിർത്തി പായുന്ന കണ്ണീർ കണമെന്ന പോലെ പെയ്യുന്നിതേ വെള്ളിലെ വള്ളി തോറും. ഇനി അടുത്തത് രൂപകമാണ്. അവർണ്യത്തോട് വർണ്ണ്യത്തിന് അഭേദം ചൊല്ലുക രൂപകം. അപ്പോൾ വർണ്ണ്യത്തിന് അവർണ്യത്തോട് അഭേദം ചെല്ലുന്നിടത്താണ് രൂപകാലങ്കാരം എന്ന് പറയുന്നത്. സാമ്യാധിക്യത്താൽ വർണ്ണ്യവും അവർണ്യവും ഒന്നു തന്നെയാണെന്ന് കൽപ്പിക്കുന്നു, ആകുന്നു എന്നതാണ് ഈ അലങ്കാരത്തിൻ്റെ കവിവാചകം. മുഖമാകുന്ന ചന്ദ്രൻ, കാലമാകുന്ന പാമ്പ് ഇവ ഉദാഹരണങ്ങളാണ്. 1000 മിഴിപ്പൂക്കൾ കൊണ്ടു ഞാൻ ആ സൗന്ദര്യം ആസ്വദിക്കുമ്പോൾ എന്നിൽ രോമാഞ്ചൻ പൊതിയുമ്പോൾ. മിഴികളാകുന്ന പൂക്കൾ മിഴികൾക്കും പൂക്കൾക്കും അഭേദം കൽപ്പിച്ചിരിക്കുന്നു. ഇനി അപ്രസ്തുത പ്രശംസയാണ്. അതിലെ അപ്രസ്തുത പ്രസംഗാഖ്യ അപ്രസ്തുത മുരയ്ക്ക ഞാൻ താൻ. പ്രസ്തുത വൃത്താന്തത്തിൻ്റെ പ്രതീതി വരത്തക്ക വിധം അപ്രസ്തുത വൃത്താന്തത്തെ വർണ്ണിക്കുന്നതാണ് അപ്രസ്തുത പ്രശംസ എന്ന് പറയുന്നത്. അതായത് പ്രസ്തുതത്തെ മറച്ചു വെച്ചിട്ട് അപ്രസ്തുതത്തെ വർണ്ണിക്കുന്നത്. നിൻ മുല്ല തന്നുടെ തേനുണ്ട കാർവണ്ട് നാമുല്ല തീണ്ടുമോ നാരിമാരെ. നല്ല മുല്ല എന്ന വാക്കുകൊണ്ട് മധുരയിലെ സ്ത്രീകളെയും നാമുല്ല എന്ന വാക്കുകൊണ്ട് ഗോപസ്ത്രീകളെയും കാർവണ്ട് എന്ന പദം കൊണ്ട് ശ്രീകൃഷ്ണനെയുമാണ് കവി വർണ്ണിച്ചിരിക്കുന്നത്. വർണ്ണ്യങ്ങളായ ശ്രീകൃഷ്ണൻ, മധുരയിലെ സ്ത്രീകൾ, ഗോപസ്ത്രീകൾ എന്നിവ മറച്ചു വെച്ചിട്ട് അവർണ്യത്തെ വർണ്ണിച്ചിരിക്കുന്നതിനാൽ അലങ്കാരം അപ്രസ്തുത പ്രശംസയാണ്. ഇനി ദീപകമാണ്. അനേക മേഘധർമ്മത്തിനന്വയിപ്പത് ദീപകം. അപ്പോൾ അവർണ്യമായിട്ടുള്ള അനേകം വൃത്താന്തങ്ങൾ വർണ്യമായിട്ടുള്ള ഒരു വൃത്തത്തിൽ അന്വയിപ്പിക്കുകയാണെങ്കിൽ അത് ദീപകമാണ്. വിഷ്ണു രമയ്ക്ക് നിശയ്ക്ക് ശശാങ്കനുക്കും ഹരൻ നളനൂർക്കിൽ നിനക്കും. അതാണ് അതിൻ്റെ ഉദാഹരണം വരുന്നത്. ഇനി അതിശയോക്തി അലങ്കാരങ്ങളാണ് നോക്കുന്നത്. ഇതിൽ അപ്രധാന ചിലതിനെക്കുറിച്ച് പറയാം. ഉല്ലേഖം, അസംഗതി, വിരോധാഭാസം തുടങ്ങി 19 അലങ്കാരങ്ങൾ അതിശയോക്തി ഭാഗത്തിലുണ്ട്. ഉല്ലേഖം ഒന്നിനെ തന്നെ പലതായി നിനക്കുകിൽ. ഉല്ലേഖം എന്നത് ഒന്നിനെ തന്നെ പലതായി നിനക്കുകിൽ പല ഗുണങ്ങളുള്ള ഒരു വസ്തുവിനെ ഓരോ ഗുണത്തെയും ഓരോരുത്തർ ഓരോന്നായിട്ട് കൽപ്പിക്കുന്നതാണ് ഉല്ലേഖാല അലങ്കാരം എന്ന് പറയുന്നത്. ഉദാഹരണം, വിരോധാഭാസം എന്ന് പറഞ്ഞാൽ വിരോധം തോന്നുമാറുക്തി വിരോധാഭാസമായിടും. വാസ്തവത്തിൽ വിരോധമല്ലെങ്കിലും കേൾക്കുന്ന മാത്രയിൽ വിരോധം തോന്നുന്ന വിധത്തിൽ പറയുന്ന വിരോധാഭാസമാണ്. കന്ത ചന്ദ്രമുഖിക്കുന്ന ചെന്തിയായത് ചന്ദനം. അപ്പോൾ ചന്ദനം കുളിർമ പകരുന്നതാണ്. എന്നാൽ വിരഹതാപത്താൽ ചന്ദനവും ചെന്തിയായി. ഇവിടെ ചന്ദനത്തെ ചെന്തിയാക്കി പറഞ്ഞിരിക്കുന്നു. കേൾക്കുന്ന മാത്രയിൽ വിരോധം തോന്നുമെങ്കിലും വിരഹാവസ്ഥയിലെ പ്രതീതി എന്നതാണ് വിരോധത്തിന് പരിഹാരമാകുന്നു. ഇനി വാസ്തവോക്തി അലങ്കാരങ്ങൾ. പ്രകടമായിട്ടുള്ള അതിശയോക്തി ഒന്നുമല്ലാതെ വസ്തുക്കളുടെ യഥാർത്ഥമായ വർണ്ണനമാണ് വാസ്തവോക്തി. സൂക്ഷ്മം, ഉദാത്തം,
കാവ്യലിംഗം, അർത്ഥാപത്തി തുടങ്ങി 30 അലങ്കാരങ്ങൾ അസ്തവോക്തി വിഭാഗത്തിലുണ്ട്. സ്വഭാവോക്തി, സൂക്ഷ്മ സ്വഭാവം വർണ്ണിച്ചാൽ സ്വഭാവോക്തിയായത്. വസ്തുക്കളുടെ സൂക്ഷ്മ സ്വഭാവം വർണ്ണിച്ചാൽ സ്വഭാവോക്തി അലങ്കാരം. മാൻ പെയ്യുന്നോർ, ചില മാൻപേടകളെല്ലാം ചാമ്പി മയങ്ങിന കൺമെഴിയും ഒട്ടൊട്ടു ചിമ്മി ഇഷ്ടത്തിലമ്പോട് വട്ടത്തിൽ മേവീതെ പെട്ടെന്നുപ്പോൾ. അപ്പം ശ്രീകൃഷ്ണൻ്റെ വേണുഗാനത്തിൽ മുഴുകിയ മാനുകളുടെ ചേഷ്ടകളെ സൂക്ഷ്മമായിട്ട് വർണ്ണിച്ചിരിക്കുന്നതിൽ അലങ്കാരം സ്വഭാവോക്തിയാണ്. ഇനി അർത്ഥാപത്തി എന്ന് പറഞ്ഞാൽ അർത്ഥപത്തി ഏതോ പിന്നെ ചൊല്ലാനികയല്ലെന്ന യുക്തിയാം. സ്പഷ്ടിയായിട്ടുള്ള പറയാതെ തന്നെ അറിയാമെന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന അലങ്കാരമാണിത്. അപ്പത്തിൻ കോലെല്ലി ഭക്ഷിച്ചാൻ അപ്പത്തിൻ കഥയെന്തുവാൻ. അപ്പം കുത്തിവെച്ചിരിക്കുന്ന കോല് എലി ഭക്ഷിച്ചു, പിന്നെ അപ്പത്തിൻ്റെ കാര്യം പറയേണ്ടതില്ലല്ലോ എന്ന് പറഞ്ഞിരിക്കുന്നതിൽ അലങ്കാരം അർത്ഥാപത്തിയാണ്. ഇനി കാവ്യ ലിംഗമാണ്. ഹേതുവാക്യ പദാർത്ഥങ്ങളാവുകിൽ കാവ്യലിംഗമാം. കാരണത്തെ ഹേതുവാചക പദങ്ങളിൽ കൊണ്ടോ വിഭക്തികൾ കൊണ്ടോ സൂചിപ്പിക്കാതെ വാക്യത്തിൻ്റെ പദത്തിൻ്റെയോ അർത്ഥമാക്കി കൽപ്പിക്കുന്നതാണ് കാവ്യലിംഗം എന്ന് പറയുന്നത്. കാലാരി സേവ ചെയ്തവർക്ക് കാലനെ കൂസലെന്തിന്. ഇവിടെ കാലനെ കൂസനില്ലെന്ന് പറയുന്നതിൻ്റെ കാരണം കാലാരി സേവ അഥവാ ശിവസേവയാണ്. കാലനെ തന്നെ ഇല്ലാതാക്കി ശിവനെ സേവിക്കുന്നവൻ കാലനെ പേടിക്കേണ്ടതില്ലല്ലോ എന്ന് സൂചിപ്പിക്കുന്നത് സൂചനയാണ്. ഇനി ഉദാത്തമാണ്. പുരാവൃത്ത പരാമർശം, ഉദാത്തം ശ്രീ സമൃദ്ധിയും. പുരാണകഥ, ചരിത്ര സൂചന, ഐശ്വര്യ സമൃദ്ധി എന്നിവ പ്രസ്താവിക്കുന്നതിന് ഉദാത്തം എന്ന അലങ്കാരം. അടുത്തത് ശ്ലേഷോക്തി അലങ്കാരങ്ങളാണ്. ഒരു പദത്തിന് രണ്ടർത്ഥം സൂചിപ്പിക്കുന്നതാണ് ശ്ലേഷോക്തി അലങ്കാരങ്ങൾ. സമാസോക്തി ഒരു പദത്തിന് രണ്ടർത്ഥം സൂചിപ്പിക്കുന്നതാണ് ശ്ലേഷോക്തി അലങ്കാരങ്ങൾ. സമാസോക്തി, വക്രോക്തി എന്നിങ്ങനെ 2 പ്രധാന അലങ്കാരങ്ങൾ ശ്ലേഷോക്തിയിലുണ്ട്. ശബ്ദാലങ്കാരം. അക്ഷരക്കൂട്ടങ്ങളും കൂട്ടക്ഷരങ്ങളും ആവർത്തിച്ച് ശബ്ദ ഭംഗിയുള്ളതാക്കുന്നത് ശബ്ദാലങ്കാരമാണ്. അനുപ്രാസം ഒന്നാമത്തത്. അനുപ്രാസം വ്യഞ്ജനത്തെ ആവർത്തിക്കലിടയ്ക്കിടെ. അപ്പം ഒരേ വ്യഞ്ജനാക്ഷരങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ആവർത്തിക്കുന്നതാണ് അനുപ്രാസം എന്ന് പറയുന്നത്. അഞ്ചൽപുരി കുഴൽ തഞ്ചും നളനുന്നുടെ കൊഞ്ചൽ പുതുമയോടഞ്ചിതമാക്കാനിട പുഞ്ചിരി കണ്ടു നഞ്ചി മയങ്ങിന ചഞ്ചലമെഴികടെ നെഞ്ചിൽ പരിച്ചോടും. അപ്പം എന്നുള്ള വാക്ക് ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നതാണ് അനുപ്രാസം എന്നതിൽ വരുന്നത്. ആദ്യാക്ഷരപ്രാസം എന്ന് പറഞ്ഞാൽ ശ്ലോകമായാലും 2 വരികളുള്ള ഭാഷാവൃത്തമായാലും ആദ്യാക്ഷരങ്ങൾ ഒരേ വർണ്ണം കൊണ്ട് തുടങ്ങുന്നതാണ് ആദിപ്രാസം. ആംഗലപ്രാസം എന്നും ഇതിന് പേരുണ്ട്. വിത്തമെന്തിനു മർത്യർക്കു വിദ്യ കൈവശമാകുകിൽ. അപ്പോൾ വി വന്നിട്ടുള്ളത് രണ്ടും തുടർച്ചയായിട്ട് ആദ്യാക്ഷരപ്രാസം. ഇനി ദ്വിതീയാക്ഷരപ്രാസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാദത്തിലെ 2ാമത്തെ അക്ഷരം ഒന്ന് തന്നെ വരുന്നതാണ് ദ്വിതീയാക്ഷരപ്രാസം. ഇതിന് കേരളപ്രാസം എന്നും പറയുന്നുണ്ട്. നമിക്കിൽ ഉയരാം, നടുകിൽ തിന്നാം, നൽകുകിൽ നേടിടാം. നമുക്കു നാമേ പണിവതു നാഗം നരവുമതുപോലെ. ഇനി അന്ത്യാക്ഷരപ്രാസമാണ്. പദ്യത്തിലെ അവസാനത്തെ അക്ഷരങ്ങൾ ഒന്നു തന്നെയാണെങ്കിൽ അതിനെ അന്ത്യാക്ഷരപ്രാസം എന്ന് വിളിക്കുന്നു. അതിന് അന്ത്യപ്രാസം എന്നും പേരുണ്ട്. യമകം എന്ന് പറഞ്ഞാൽ അക്ഷരകൂട്ടം ഒന്നായി തർത്ഥം ഭേദിച്ചിടും പടി ആവർത്തിച്ച് കതിച്ചിടിൽ യമകം പാലാ മാതിരി. 2ഓ അതിൽ കൂടുതലോ അക്ഷരങ്ങൾ ക്രമമായിട്ട് ഒന്നായിടും അർത്ഥഭേദത്തോടും കൂടി ആവർത്തിക്കുന്നത് യമകമാണ്. വരൻ മാത്ര മാസന്നമായി പോയി. വരണം സനാതന നിയമം ലംഘിക്കാമോ. ഇവിടെ ആദ്യത്തെ വരണം വന്നു ചേരാനുള്ളത് എന്ന അർത്ഥത്തിലും 2ാമത്തെ വരണം മരണം എന്ന അർത്ഥത്തിലുമാണ് കവി പ്രയോഗിച്ചത്.